കണ്ണൂർ വിഷൻ സക്സസ് സ്റ്റോറിയിലേക്ക് പ്രിയ പ്രേക്ഷകർക്ക് സ്നേഹപൂർവ്വം സ്വാഗതം. സക്സസ് സ്റ്റോറിയിൽ ഇന്ന് അതിഥിയായെത്തുന്നത് ഒരു കേരള കോൺഗ്രസിൻ്റെ നേതാവാണ്. അഡ്വക്കേറ്റ് AJ ജോസഫ്, ഡെപ്യൂട്ടി ചെയർമാൻ, ജനാധിപത്യ കേരള കോൺഗ്രസ്. കേരള കോൺഗ്രസ് എന്ന് കേൾക്കുമ്പോൾ മലയാളികളുടെ മനസ്സിൽ ആദ്യം വരുന്ന ഒരു വാക്ക് പിളരും തോറും വളരുന്ന സംഘടന എന്നാണ്. ഏതാണ്ട് 1/2 ഡസൻ കേരള കോൺഗ്രസുകൾ ഇന്ന് കേരളത്തിലുണ്ട്. ഇടത് വലത് മുന്നണികളിലായി സജീവമായിട്ടുള്ള ഒരു പ്രസ്ഥാനമാണിത്. ഏത് മുന്നണി അധികാരത്തിൽ വന്നാലും നിർണായകമായ ഒരു ശക്തിയായി കേരള കോൺഗ്രസുകൾ എപ്പോഴും ഉണ്ടാകാറുണ്ട്. അതിൻ്റെ വടക്കേ മലബാറിലെ ഒരു പ്രമുഖനായ നേതാവാണ് അഡ്വക്കേറ്റ് AJ ജോസഫ്. 9 മാസം പ്രായമുള്ളപ്പോൾ ഈരാറ്റുപേട്ടയിൽ നിന്ന് വടക്കേ മലബാറിലേക്ക് കുടിയേറിയ ഒരു വ്യക്തിയാണ് AJ ജോസഫ്. അദ്ദേഹം നമ്മുടെ കണ്ണൂർ യൂണിവേഴ്സിറ്റിയുടെ പ്രഥമ സിൻഡിക്കേറ്റ് മെമ്പറാണ്. അതിൻ്റെ ഫിനാൻസ് കമ്മിറ്റി ചെയർമാനായിരുന്നു. അതുപോലെ തന്നെ ലാൻഡ് ബോർഡിൻ്റെ മുൻ മെമ്പറായിരുന്നു. കെ സുധാകരനോടൊപ്പം സംഘടനാ കോൺഗ്രസ്, പിന്നെ 4.5 പതിറ്റാണ്ട് കാലമായി കേരള കോൺഗ്രസിനൊപ്പം KM മാണിയും PJ ജോസഫും ഫ്രാൻസിസ് ജോർജും ഒക്കെ ഉൾപ്പെടെയുള്ള നേതാക്കൾക്കൊപ്പം കേരളത്തിലുടനീളം കേരള കോൺഗ്രസിൻ്റെ വളർച്ചയ്ക്ക് വേണ്ടി പ്രവർത്തിച്ചിട്ടുള്ള PJ ജോസഫാണ് ഇന്ന് നമ്മോടൊപ്പം ചേരുന്നത്. അദ്ദേഹത്തിൻ്റെ പ്രവർത്തന കാലഘട്ടം, അദ്ദേഹം കടന്നു വന്ന വഴികൾ, ആ കേരള കോൺഗ്രസുകളുടെ പ്രത്യേകതകൾ എന്തല്ല. കാരണം പ്രത്യേകതയില്ലാതെ 1/2 ഡസൻ കേരള കോൺഗ്രസുകൾ ഉണ്ടാകില്ലല്ലോ. കാരണം മറ്റു പ്രസ്ഥാനങ്ങൾക്കൊക്കെ ഒരു പിളരുന്നതിനൊരു കണക്കുണ്ട്. പക്ഷെ എപ്പോഴും പറയും പിളരുന്തോറും വളരുന്ന ഒരു പ്രസ്ഥാനമാണ് കേരള കോൺഗ്രസ്. അതിൻ്റെ നേതാക്കളെയൊക്കെ കേരളീയർക്ക് പ്രിയപ്പെട്ടവരാണ്. KM മാണി ആണെങ്കിലും PJ ജോസഫ് ആണെങ്കിലും ഫ്രാൻസിസ് ജോർജ് ആണെങ്കിലും PT ചാക്കോയിൽ തുടങ്ങി ഇങ്ങ് താഴെ തട്ടിൽ ഇപ്പോൾ എത്തി നിൽക്കുന്ന ജോസ് K മാണി വരെയുള്ള ആളുകളൊക്കെ ആയിട്ട് വളരെ അഭേദ്യമായ ബന്ധമാണ് മലയാളികൾക്കുള്ളത്. അതുകൊണ്ട് തന്നെ കേരള കോൺഗ്രസിൻ്റെ ചരിത്രം അറിയാനും PJ ജോസഫിൻ്റെ ജീവിതം അറിയാനും സക്സസ് സ്റ്റോറിയിലേക്ക് പ്രേക്ഷകരെ നിങ്ങളെ ഹൃദയപൂർവ്വം ക്ഷണിക്കുന്നു, സ്വാഗതം ചെയ്യുന്നു. ഒപ്പം AJ ജോസഫിനെയും ഞങ്ങൾ സക്സസ് സ്റ്റോറിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. AJ, ഈ താങ്കളെക്കുറിച്ച് പറയുമ്പോൾ ആദ്യം താങ്കൾ ആരാണെന്ന് നമുക്കൊന്ന് അറിയണ്ടേ? താങ്കൾ എവിടെയാണ് ശരിക്കും ജനിച്ചത്? ഈരാറ്റുപേട്ട അടുത്ത തീക്കോയി എന്ന് പറയുന്ന സ്ഥലത്താണ് ജനിച്ചത്. തീക്കോയി. അച്ഛൻ, അമ്മ? ചാച്ചൻ്റെ പേര് ജോസഫ്, അമ്മ മറിയാമ്മ. ചാച്ചനെ വിളിക്കുന്നത് കുഞ്ഞിപ്പേട്ടനായിരുന്നു. കുഞ്ഞിപ്പേട്ടന്റെയും മറിയാമ്മയുടെയും മകനാണ്. നിങ്ങൾ എത്ര മക്കളായിരുന്നു? ഞാൻ 6 മക്കൾ. എത്രാമത്തെ ആളാണ്? 5ാമത്തെ ആളാണ് ഞാൻ. എങ്ങനെയാണ് മലബാറിലേക്ക് വരാനുള്ള ഒരു സാഹചര്യം ഒരുങ്ങിയത്? അന്ന് മലബാറിലേക്ക് കുടിയേറ്റം നടന്നുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണല്ലോ. അപ്പോൾ ഏത് വർഷമായിരുന്നു അത്? 49. സ്വാതന്ത്ര്യം കിട്ടി 2 വർഷം കഴിഞ്ഞപ്പോൾ. എങ്ങനെയായിരുന്നു? 9 മാസമേ പ്രായമുള്ളൂ. 5ാമത്തെ മകനാണ്. എത്ര ആണും എത്ര പെണ്ണുമായിരുന്നു? 5 ആണും 5 പെണ്ണും ഒരാണും. അപ്പൊ ഏകാന്തരിയാണ് കുടുംബം. അങ്ങനെ ഇങ്ങോട്ട് വരുന്നു. ഇവിടെ എവിടെയാണ് നിങ്ങൾ കുടിയേറിയത്? ചെമ്പേരിയിൽ. ഇവിടെ ചെമ്പേരിയിൽ വേങ്കുന്ന് എന്ന് പറയുന്ന സ്ഥലത്ത് അച്ഛനും അമ്മയെല്ലാം വന്നു. അവിടെ സ്ഥലം വാങ്ങി കൃഷി തുടങ്ങി. കൈക്കുഞ്ഞായിരുന്നു താങ്കൾ? കൈക്കുഞ്ഞായിരുന്നു. 9 മാസം പ്രായമുള്ളൂ. പ്രാഥമിക വിദ്യാഭ്യാസം എവിടെയായിരുന്നു? ചെമ്പേരി സ്കൂളിൽ. ചെമ്പേരി. അന്ന് തലശ്ശേരി അതിരൂപതയ്ക്ക് അവിടെ സ്കൂളുണ്ടായിരുന്നു. 10ാം ക്ലാസ് വരെ അവിടെ പഠിച്ചു. 10ാം ക്ലാസ് വരെ അവിടെ പഠിച്ചു. അത് കഴിഞ്ഞ് ദേവഗിരി കോളേജിൽ പ്രീ ഡിഗ്രി കഴിഞ്ഞു. കോഴിക്കോടേക്ക് പോയി. അങ്ങനെ കോഴിക്കോട് എത്താൻ കാരണം അന്ന് ഇവിടെ അടുത്തുള്ള കോളേജുകളിൽ ഒന്ന് കണ്ണൂർ SN കോളേജും പിന്നെ പുത്തൂർ നിർമ്മലി കോളേജും ഉണ്ടായിരുന്നു. അങ്ങനെ ദേവഗിരിയിൽ പ്രീ ഡിഗ്രി കാലം. അതിനുശേഷം പിന്നെ ഈ പ്രീ ഡിഗ്രി കാലത്തൊക്കെ 10ാം ക്ലാസ്സിലെല്ലാം പഠിക്കുമ്പോഴൊക്കെ രാഷ്ട്രീയം ഉണ്ടായിരുന്നു? അന്ന് സജീവ രാഷ്ട്രീയം ഇല്ല. അന്ന് ഏതായിരുന്നു രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ? അനുഭവം ഉണ്ടായിരുന്നത് കോൺഗ്രസ് പിളർന്നപ്പോൾ സംഘടനാ കോൺഗ്രസിനോട്. എന്താ സംഘടനാ കോൺഗ്രസിനോട് താല്പര്യം തോന്നാൻ കാരണം? പൊതുവേ ആ മലയോര മേഖലയിലേക്ക് കേരള കോൺഗ്രസിനാണല്ലോ കൂടുതൽ പ്രാധാന്യം. അന്ന് ഞാൻ കേരള കോൺഗ്രസ് അത്ര ശക്തമല്ല. ഈ 69-70 കാലഘട്ടത്തിൽ കേരള കോൺഗ്രസ് അത്ര ശക്തമല്ല. പിന്നെ അന്ന് സംഘടനാ കോൺഗ്രസിനോടായിരുന്നു എനിക്ക് കൂടുതൽ താല്പര്യം. അപ്പൊ ദേവഗിരിയിലുള്ളപ്പോൾ സംഘടനാ പ്രവർത്തനം ഇല്ല. സംഘടനാ പ്രവർത്തനമൊന്നുമില്ല. ഈ NSO അനുഭാവി സംഘടനാ കോൺഗ്രസിന്റെ വിദ്യാർത്ഥി. അന്ന് ആരാണ് നേതാവ് ശരിക്കും? അന്ന് കേരളത്തില് NSOന്റെ നേതാവ് സുധാകരനായിരുന്നു. സർസൈദ് കോളേജിൽ ഡിഗ്രിക്ക് ചേർന്നപ്പോഴാണ് ഞാൻ ഒരു NSOയുടെ അംഗമായിരുന്നു. അവിടെ അവിടുന്ന് എനിക്ക് എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ആദ്യം താലൂക്ക് പ്രസിഡൻ്റായിരുന്നു, പിന്നീട് ജില്ലാ വൈസ് പ്രസിഡന്റായി. അന്ന് നിസാർ അഹമ്മദായിരുന്നു. നിസാർ അഹമ്മദ് ജനതാദളിന്റെ നേതാവായി മാറിയ. നിസാറിനോടൊപ്പം പ്രവർത്തിച്ചിട്ടുണ്ട്. പിന്നെ ആരൊക്കെയാണ് ആ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നത് കൂടെ? പിന്നെ അന്നത്തെ നമ്മുടെ PP ദിവാകരൻ ഒക്കെ അന്ന് PP ദിവാകരൻ ജനതാദളിന്റെ. പിന്നെ
പിന്നെ ആരും അങ്ങനെ ഓർമ്മയില്ല. ഈ അന്ന് ജനതാളിലെ ഈ AP കൃഷ്ണൻ പോലുള്ള ആളുകളൊന്നില്ലേ? അറിയാം സോഷ്യലിസ്റ്റ് നേതാക്കളെ എല്ലാം അറിയാം. അങ്ങനെ അതിൽ അങ്ങനെ ഒരു സജീവ രാഷ്ട്രീയം ഒന്നും എനിക്കുണ്ടായിരുന്നില്ല. പിന്നെ ദേവഗിരി കോളേജിൽ പ്രീ ഡിഗ്രി കഴിഞ്ഞു. പിന്നെ ഒരു വർഷം ഈ പ്രീ ഡിഗ്രി കാലം വരെയുള്ളൊക്കെ ഒരു ജീവിത സാഹചര്യങ്ങളൊക്കെ എങ്ങനെയായിരുന്നു? മലയോരത്തേക്ക് 3 കിലോമീറ്റർ എല്ലാ ദിവസവും നടന്നു പോകണം സ്കൂളിലേക്ക്. ചെമ്പേരി സ്കൂളിലേക്ക് 3 കിലോമീറ്റർ അകലമുണ്ട്. രാവിലെ വൈകുന്നേരം നടന്നു വേണം. രാവിലെ വൈകുന്നേരം 6 കിലോമീറ്റർ മൊത്തം നടക്കണം. അന്ന് ഒരു കളവണ്ടി പോകുന്ന രീതിയിലുള്ള റോഡേ ഉണ്ടായിരുന്നു. ചെറിയ മൺപാത റോഡില്ല മൺപാതയിലൂടെ ഇങ്ങനെ നടന്ന് 3 കിലോമീറ്റർ അങ്ങോട്ടും 3 കിലോമീറ്റർ ഇങ്ങോട്ടും നടന്നിട്ട് 6 കിലോമീറ്റർ ദിവസവും നടക്കണം അല്ലേ? പൊതുവേ ജീവിത സാഹചര്യം എങ്ങനെയുണ്ടായിരുന്നു? വീട്ടിലെ അവസ്ഥയ്ക്ക് അന്ന് എങ്ങനെയാണ്? വീട്ടിലെ അവസ്ഥ മോശമില്ലായിരുന്നു. സാമ്പത്തികമായിട്ട് വലിയ കുഴപ്പമില്ലായിരുന്നു. അതുകൊണ്ട് സമ്പന്നരാണെന്ന് പറയാൻ പറ്റില്ല. ജീവിക്കാൻ വലിയ ബുദ്ധിമുട്ടുകളൊന്നും ഉണ്ടായിരുന്നില്ല. സഹോദരങ്ങളൊക്കെ അന്നേരം മൂത്ത ആളുകളൊക്കെ എന്തായിരുന്നു? മൂത്ത ആളുകൾ 2 പേര് അവര് നേരത്തെ തന്നെ മടത്തി ചേർന്നു. ഈരാറ്റുപേട്ടയിൽ വെച്ച് തന്നെ കല്യാണം കഴിഞ്ഞു. ഇല്ല, കന്യാസ്ത്രീ 2 പേര്. ഏത് കോൺഗ്രിഗേഷനിലാണ്? ഒരാള് പിന്നെ സേക്രഡ് ഹാർട്ടിലും ഒരാള് പിന്നെ ക്ലാര സഭയിലും. അവരിപ്പോ എവിടെയുള്ളത്? ഒരാൾ മരിച്ചുപോയി, ഒരാളിപ്പം തീക്കോയിലുണ്ട്. ഏത് നാട്ടിൽ തന്നെ? അവിടെ തന്നെ തുടരാൻ? അവിടെ സ്കൂളിൽ ടീച്ചറാണ്, സിസ്റ്റർ ജോസ് മേരി. അവിടെ ടീച്ചർ. ബാക്കിയുള്ള സിസ്റ്റേഴ്സ് പിന്നെ 3 പേര് ഇവിടെ തന്നെ ഉണ്ട്. ഇവിടുത്തെ അവരെന്ത് ചെയ്യുന്നു? ഒരാൾ ടീച്ചറായിരുന്നു, റിട്ടയർ ചെയ്തു. പിന്നെ 2 പേരും പിന്നെ ഹൗസ് വൈഫാണ്. ഒരു ടീച്ചർ, 2 കന്യാസ്ത്രീകൾ, 2 പേർ ഹൗസ് വൈഫ്, ഒരു അഭിഭാഷകൻ. ഇതാണ് കുടുംബ പശ്ചാത്തലം. അങ്ങനെ പ്രീ ഡിഗ്രി കാലം കഴിഞ്ഞ് ദേവഗിരിയിൽ ഡിഗ്രി. അത് കഴിഞ്ഞ് പിന്നെ ഒരു വർഷം HDCക്ക് പോയി, കോഴിക്കോട് കോപ്പറേറ്റീവ് കോളേജ്. അത് സഹകരണ സ്ഥാപനത്തിൽ കയറാനുള്ള ഒരു ശ്രമം ഉണ്ടായിരുന്നു. അങ്ങനെ ഒരു താല്പര്യം ഉണ്ടായിരുന്നു. എന്റെ താല്പര്യമായിരുന്നു, ചാച്ചന്റെ താല്പര്യമായിരുന്നു. ചാച്ചന്റെ മകനെ സഹകരണ പ്രസ്ഥാനത്തിൽ കയറ്റാനായിരുന്നു താല്പര്യം. ചാച്ചൻ ഇവിടെ കർഷകനായിരുന്നു. രാഷ്ട്രീയം ഉണ്ടായിരുന്നു. അല്ല, ചാച്ചൻ പിന്നെ കോൺഗ്രസിന്റെ ഏരിയ വിഷയം മണ്ഡലം കമ്മിറ്റി പ്രസിഡന്റ്. കോൺഗ്രസ്സുകാരനായിരുന്നു. ചാച്ചന്റെ രാഷ്ട്രീയ പ്രസ്ഥാനത്തോട് ചാച്ചൻ കോൺഗ്രസ് 2 പിറന്നപ്പോൾ സംഘടനാ കോൺഗ്രസിനോടായിരുന്നു. അങ്ങനെ ചാച്ചന്റെ പാത പിന്തുടർന്ന് തന്നെയാണ് സംഘടനാ കോൺഗ്രസിൽ എത്തുന്നത്. ഈ ലോ കോളേജിൽ ആരൊക്കെയാണ് കൂടെ ഉണ്ടായിരുന്നത്? ലോ കോളേജിലെ പ്രമുഖരായ ആരാ കൂടെ ഉണ്ടായിരുന്നത്? ലോ കോളേജിൽ ഇപ്പം എൻ്റെ കൂടെ പഠിച്ച ആളാണ് ജസ്റ്റിസ് അശോക് മേനോൻ, ജസ്റ്റിസ് സുബൈർ, പിന്നെ അഡ്വക്കേറ്റ് സോഹൻ, തലശ്ശേരിയിലെ അവരുടെ പ്രോസിക്യൂഷൻ ഡയറക്ടറായിരുന്ന അഡ്വക്കേറ്റ് അസഫലി, അവരുടെ ക്ലാസ്മേറ്റാ. പി സതീദേവി ഒക്കെ അങ്ങനെ പ്രമുഖരുടെ ഒരു നീണ്ട നിരയുണ്ട് ക്ലാസ്മേറ്റ്. ആ സമയത്ത് ലോ കോളേജിലെ പ്രധാന ഈ ഏത് സംഘടനയാണ്? ലോ കോളേജിൽ ഇപ്പൊ താങ്കൾ ഏത് സംഘടനയുടെ ഭാഗമായി? അന്നാണ് ഞാൻ KSC ചെയ്തത്. KSCയുടെ അംഗമാണ് അന്ന്. അന്ന് KSU SFI ഒക്കെ ഇല്ലേ? ഉണ്ട്. പക്ഷെ അന്ന് KSC ചേരാൻ കാരണം വെച്ചാൽ പിന്നെ ഒരു KSCയുടെ സംസ്ഥാന വൈസ് പ്രസിഡന്റ് മാത്യൂസ് റാമ്പിക്കൽ ഉണ്ടായിരുന്നു. പിന്നെ ഡോക്ടർ KC ജോസഫുമായിട്ട് എനിക്ക് നേരത്തെ നല്ല പരിചയം ഉണ്ടായിരുന്നു. ഡോക്ടർ അന്ന് പേരാമ്പ്ര MLA ആണ്. അപ്പോൾ ആ ഒരു ബന്ധം വെച്ച് അങ്ങനെ KSC ചേർന്നു. KSCയിൽ ഏതൊക്കെ പോസ്റ്റിലാണ് എത്തിയത്? KSCയിലെ ആദ്യയോടെ യൂണിറ്റ് മെമ്പറായി, പിന്നെ KSCയുടെ എക്സിക്യൂട്ടീവ് കമ്മിറ്റി മെമ്പറായി. 3ാമത്തെ വർഷം ഞാൻ കണ്ണൂർ ജില്ലാ പ്രസിഡന്റായിട്ട് എന്നെ നിയോഗിച്ചു. പിന്നെ ഞാൻ പഠിക്കുമ്പോഴാണ് ചുമതല വന്നു. ഒരു വർഷം കഴിഞ്ഞപ്പോൾ പിന്നെ അന്ന് മാണി KSC എന്ന് പറഞ്ഞാൽ മാണി അല്ല, ജോസഫ് ഗ്രൂപ്പിന്റെ. അപ്പൊ ജോസഫിൽ നിന്ന് പിരിഞ്ഞായിരുന്നു ആ സമയത്ത്. 79 പിളർന്നു. മാണിയും ജോസഫായിട്ട് പിളർന്നു. മാണിയും ജോസഫ് പിളരാനുള്ള കാരണം ഓർമ്മയുണ്ടോ നിങ്ങൾക്ക്? മാണിയും ജോസഫായിട്ട് അന്നത്തെ കാരണങ്ങളെ സംബന്ധിച്ച് എനിക്ക് വലിയ ഓർമ്മയൊന്നുമില്ല. പിറന്ന് അത് ഞാൻ ജോസഫുമായിട്ട് അന്ന് ഡോക്ടർ KC ജോസഫ് ഉള്ള ആളുകൾ ജോസഫിലായിരുന്നു. ആ കൂട്ടത്തിൽ ഞാനും ചേർന്നു. അങ്ങനെ പക്ഷേ എനിക്ക് ജോസഫ് സാറിനെ പറ്റി നല്ലൊരു അഭിപ്രായം ഉണ്ടായിരുന്നു. എന്തായിരുന്നു അന്നത്തെ അഭിപ്രായം ജോസഫ് സാറിനെ കുറിച്ച്? പ്രധാനപ്പെട്ട കാരണം മാണി സാറിന്റെ കേസ് കഴിഞ്ഞ് വന്ന ഉടനെ തന്നെ ആരും പറയാതെ തന്നെ ജോസഫ് സാർ ആ സ്ഥാനം രാജിവെച്ചു. ആഭ്യന്തര വകുപ്പ് സാറിന് രാജിവെച്ചു. സാധാരണ എന്തെങ്കിലും ഒരു ചെറിയ ഉടക്കൊക്കെ പറഞ്ഞിട്ടാണോ സ്ഥാനത്ത് തുടരാൻ ശ്രമിക്കും. അതൊന്നും ഉണ്ടായിരുന്നു. അതാണ് അദ്ദേഹത്തോട് ഇഷ്ടം കൂടാൻ കാരണം. ഇഷ്ടം അതൊരു കാരണം. പിന്നെ സഹപ്രവർത്തകരെല്ലാം സഹപാഠികളെല്ലാം തന്നെ KSCയിൽ ജോസഫിന്റെ കൂടെ ആയിരുന്നു. അങ്ങനെ ആ കൂട്ടത്തിൽ കൂടി. ലോ കോളേജ് കാലഘട്ടം എങ്ങനെയായിരുന്നു? അവിടെ പ്രക്ഷോഭങ്ങൾക്ക് ഒക്കെ നേതൃത്വം കൊടുത്തിരുന്നു. എന്തൊക്കെ സമരങ്ങളായിരുന്നു ആ കാലത്തുണ്ടായിരുന്നത്? അക്കാലത്ത് പിന്നെ അത്ര സമരങ്ങളിലൊന്നും അവിടെ നടന്നതായിട്ട് ഓർക്കുന്നില്ല. എങ്ങനെയായിരുന്നു ആ കാലഘട്ടത്തിലെ പഠനം? ഞാനൊരു സജീവ അത് ഒന്നും ഒരു സൈലന്റ് സംഘടനാ പ്രവർത്തകനായിരുന്നു സത്യം പറഞ്ഞാൽ. ഞാനവിടെ KSCയുടെ ആയിട്ട് പിന്നെ കൊള്ള യൂണിയൻ ജനറൽ സെക്രട്ടറി സ്ഥാനത്തേക്ക് മത്സരിച്ചു. പിന്നെ ക്ലാസ് പ്രസിഡന്റായിട്ട് മത്സരിച്ചു, ജയിച്ചു.
പിന്നെ സെക്കൻഡ് ക്ലാസ്സോടുകൂടി കോളേജിൽ പാസ്സായി. LLB പാസ്സായി. ഈ അവിടെ അതോടൊപ്പം തന്നെ പിന്നെ പ്രൈവറ്റായിട്ട് MCOM പാസ്സായി. MCOM പാസ്സായി. ശ്രീ വെങ്കടേഷ് യൂണിവേഴ്സിറ്റി MCOM പ്രൈവറ്റായിട്ട് പാസ്സായി. ഓ, അപ്പൊ MCOM ഉണ്ട്, LLB ഉണ്ട്, ഡിഗ്രി ഏതാണ്? HDC ഉണ്ട്. ഡിഗ്രി ഏതായിരുന്നു എടുത്തത്? BCom എടുത്തു. ഓ, എല്ലാം ഉണ്ട് കയ്യിൽ. ആ, അവിടുന്ന് ഈ LLB കാലഘട്ടത്തിൽ വേറെ ഒരു ഓർമ്മകളും വേറെ പങ്കുവെക്കാനില്ലേ? നല്ല കുറേ സൗഹൃദങ്ങളും. എങ്ങനെയായിരുന്നു കോഴിക്കോട്ടെ അന്നത്തെ ജീവിതമൊക്കെ? കോഴിക്കോട് ഞാൻ പിന്നെ ലോഡ്ജിലായിരുന്നു താമസം. ഹോസ്റ്റലിൽ ലോഡ്ജിൽ താമസം. ആരായിരുന്നു ഒന്ന് പിന്നെ TJ വർക്കി, പിന്നെ മറ്റേ CP ജോൺ. CP ജോൺ ഞങ്ങളുടെ എൻ്റെ സീനിയറായിരുന്നു. CP ജോൺ ഞങ്ങൾ ഒരു ലോഡ്ജിൽ താമസം. കേരളത്തിലെ പ്രമുഖരായിട്ടുള്ള ആളുകളൊക്കെ നിങ്ങളുടെ കൂടെ ഉണ്ട് ആ കാലഘട്ടത്തിൽ. CP ജോണൊക്കെ ആയിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ എങ്ങനെയായിരുന്നു? ഞാൻ താമസിച്ച റൂമിന് തൊട്ടടുത്ത് രണ്ടാമത്തെ റൂമിലായിരുന്നു താമസിക്കുന്നത്. CP ജോൺ പക്ഷേ ഈ സ്റ്റഡി ലീവിൻ്റെ കാലത്ത് മാത്രമേ CP ജോൺ അവിടെ കാണാറുള്ളൂ. സ്റ്റഡി ലീവിൻ്റെ സമയത്ത് ഉള്ളിൽ വന്നാൽ പിന്നെ പുറത്തിറങ്ങാതെ ഒറ്റ പഠിത്തം. അതാണ് CP ജോണിന്റെ പ്രത്യേകത. അത് അതുകൊണ്ട് നല്ല മാർക്കുകൾ പാസ്സാവുകയും ചെയ്യും. അതൊരു ജീവിയാണ്. നന്നായിട്ട് പഠിക്കും, നന്നായിട്ട്. അല്ലാതെ കോളേജിലും കാണില്ല. അല്ലാതെ കോളേജിൽ പലപ്പോഴും കാണാറില്ല. കാരണം SFIയുടെ സംസ്ഥാന ഭാരവാഹിയാണല്ലോ. അതായിരുന്നു ആ കാലഘട്ടത്തില്. അതൊക്കെ നിങ്ങൾ തമ്മിലുള്ള സൗഹൃദം എങ്ങനെയായിരുന്നു ആ കാലഘട്ടത്തിൽ? നല്ല സൗഹൃദമായിരുന്നു. ഇപ്പോഴാണ് CP കാണുമ്പോൾ നല്ല സൗഹൃദത്തിലാണ്, നല്ല ബന്ധമായിരുന്നു. അങ്ങനെ ലോ കോളേജ് അവിടുന്ന് 2ാം റാങ്കാണോ നിങ്ങൾ അന്ന് നേടി? അന്ന് LLB സെക്കൻഡ് ക്ലാസ്സോടുകൂടി പാസ്സായി. യെസ്. എങ്ങനെയാണ് KSCയുടെ ജില്ലാ പ്രസിഡന്റ് എന്ന നിലക്ക് താങ്കൾ ഇവിടെ എന്തൊക്കെ പ്രവർത്തനങ്ങളാണ് ആ കാലഘട്ടത്തിൽ? KSCയുടെ ജില്ലാ പ്രസിഡന്റ് അന്നിവിടെ ജോസഫ് ഗ്രൂപ്പിന് നമ്മുടെ കോളേജുകളിലൊന്നും യൂണിറ്റുകളുണ്ടായിട്ടില്ല. നിർമ്മലഗിരി കോളേജ്, പിന്നെ കാഞ്ഞങ്ങാട് നെഹ്റു കോളേജ്, പയ്യന്നൂർ കോളേജ്, സർ സയ്യിദ് കോളേജ്, SCS കോളേജ്, ഇവിടെയെല്ലാം യൂണിറ്റുകൾ ഉണ്ടാക്കി. എന്ന് മാത്രമല്ല SCS കോളേജിൽ നിന്ന് യൂണിവേഴ്സിറ്റി യൂണിയൻ കൗൺസിൽ ഉണ്ടായിരുന്നു. KSCക്ക് താങ്കളുടെ കാലഘട്ടത്തിൽ അന്ന് വേറെ ആരാണ് വിദ്യാർത്ഥി നേതാക്കൾ? ആരായിരുന്നു SFIയുടെ KSCയുടെ ജില്ലാ പ്രസിഡന്റുമാരായിരുന്നു ആ കാലഘട്ടത്തിൽ? അക്കാലത്ത് വേറെ കണ്ണൂരിൽ വന്നിറങ്ങുമ്പോൾ കൂടിയ നേതൃത്വം ഏത് മുന്നണിയിലായാലും നേതാക്കൾ കുറച്ച് സൗഹൃദം ഉണ്ടാവില്ല. അന്ന് SFI ആയിരുന്നു. ഇടതുപക്ഷത്തോടൊപ്പമാണ് വിദ്യാർത്ഥി വിഭാഗം. SFI ആരായിരുന്നു SFIയുടെ? PK വിജയനായിരുന്നു. തലശ്ശേരിയിലെ അഭിഭാഷകനായ PK വിജയനായിരുന്നു. ഇവിടെ പിന്നെ സർ സയ്യിദ് കോളേജിലെ ഇവിടുത്തെ ലീഡർഷിപ്പ് ഉണ്ടായിരുന്നു. പിന്നെ ആ കാലഘട്ടത്തിലെ സമര പ്രക്ഷോഭങ്ങൾ വല്ലതും? അന്ന് ഉണ്ടായ ഒരു സമരം എന്ന് വെച്ചാൽ അടിയന്തരാവസ്ഥക്കെതിരായിട്ടുള്ള സമരമാണ്. അടിയന്തരാവസ്ഥക്കെതിരായിട്ടുള്ള സമരത്തിൻ്റെ അകത്ത് സമരത്തിൽ അവിടെ KSU എന്ന് പറഞ്ഞാൽ സജീവമായ കുറച്ച് പിള്ളേർ ഒരിക്കലും സമരം ചെയ്തു. അത് പെട്ടെന്നുണ്ടായ ഒരു സമരമായിരുന്നു. ആ സമരം ചെയ്തപ്പോൾ അവരെ അതിൽ KSCയുടെ പിള്ളേരുണ്ടായിരുന്നു. പക്ഷെ അന്ന് ഞാനുണ്ടായിരുന്നില്ല. അത് പെട്ടെന്നുണ്ടായിരുന്ന സമരമായതുകൊണ്ട് അന്ന് അവിടെ ഉണ്ടായിരുന്നില്ല. ഈ വിദ്യാർത്ഥി രാഷ്ട്രീയത്തിലുള്ളപ്പം നേതൃത്വം കൊടുത്ത അടിയന്തരാവസ്ഥ പ്രക്ഷോഭം അല്ലാതെ വേറെ ഏതെങ്കിലും കാര്യമായ പ്രക്ഷോഭമൊന്നുമില്ല. അത് ഇടതുപക്ഷത്തോടൊപ്പമാണ് സഞ്ചാരം. ഇടതുപക്ഷത്തോടൊപ്പമാണ്. കണ്ണൂർ ജില്ലയിൽ ഈ ഇടതുപക്ഷത്തിന് CPM ആണല്ലോ ഏറ്റവും ശക്തമായിട്ട് ഉണ്ടായിരുന്ന ഒരു പ്രസ്ഥാനം. ആ നേതൃനിരയൊക്കെ ആയിട്ട് അന്ന് ബന്ധപ്പെടാറുണ്ടായിരുന്നു? ഇല്ല. അന്ന് വിദ്യാർത്ഥി നേതാക്കളായിട്ടുള്ള കണക്ഷനേ ഉള്ളൂ. ചെമ്പേരിയിൽ നിന്ന് എങ്ങനെയാ രാവിലെ ഇങ്ങോട്ട് വരവും ഈ രാഷ്ട്രീയ പ്രവർത്തനത്തിന് വേണ്ടി എല്ലാ ദിവസവും കണ്ണൂരേക്ക് വരുമായിരുന്നു? എങ്ങനെയായിരുന്നു അന്ന്? ഈ പിന്നെ അങ്ങനെ ഒരു സജീവ പ്രവർത്തനം എന്ന് പറയാൻ പറ്റില്ല. എല്ലാ ദിവസവും വല്ലപ്പോഴും ഒരു കമ്മിറ്റി ഉണ്ടാവും കൂടും എന്നുള്ളതല്ലാണ്ട് അങ്ങനെ ഒരു സജീവ രാഷ്ട്രീയമൊന്നും ഇല്ലല്ലോ, പ്രവർത്തനം ഇല്ലല്ലോ. ചെറിയ സംഘടനയല്ലേ KSC എന്നൊക്കെ പറയുന്നത്. പിന്നെ തളിപ്പുറം ലോഡ്ജിലായിരുന്നു താമസം വിദ്യാഭ്യാസ കാലത്ത്. അല്ല അന്ന് ചെമ്പേരിലേക്ക് ഇരുന്ന് തലപ്പുറത്തിലേക്ക് ഇഷ്ടംപോലെ സർവീസിൽ സൗകര്യമില്ല. വാനൊക്കെയാണുള്ളത്. ബസ്സൊന്നുമില്ല. ബസ്സുണ്ട്, ഒരു ബസ്സുണ്ട്, അതേ ഉള്ളൂ. നല്ല രസകരമായ കാലഘട്ടമാണല്ലേ വാൻ സർവീസ്. അതുകൊണ്ട് ആ വെള്ളിയാഴ്ച പോയിട്ട് പോകും, ഞങ്ങളുടെ തിങ്കളാഴ്ച രാവിലെ വരും. ഈ വിദ്യാർത്ഥി രാഷ്ട്രീയത്തിൽ എത്ര വർഷം ഉണ്ടായിരുന്നു കണ്ണൂർ ജില്ലയിൽ? അതിന്റെ KSCയുടെ ഏത് കമ്മിറ്റിയിൽ വരെ എത്തി താങ്കൾ? KSCയുടെ ജില്ലാ പ്രസിഡന്റ് സ്ഥാനത്ത് നിർത്തി. അത് കഴിഞ്ഞ് യൂത്ത് ഫ്രണ്ട് ജില്ലാ പ്രസിഡന്റ്. യൂത്ത് ഫ്രണ്ടിന്റെ ജില്ലാ പ്രസിഡന്റ്. ആ കാലഘട്ടം എങ്ങനെ ഉണ്ടായിരുന്നു? ആ കാലഘട്ടത്തിൽ പറഞ്ഞ പോലെ പിന്നെ അങ്ങനെ ഒരു ജില്ലാ സമ്മേളനം നടത്തി. അങ്ങനെയൊക്കെ പ്രത്യേക സമരങ്ങളും PJ ജോസഫായിട്ടൊരു അത് അന്ന് UDF ആണല്ലോ. PJ ജോസഫ് സാറ് UDF കൺവീനറുമാണ്. ആദ്യം ഇടതു മുന്നണിക്കൊപ്പം, പിന്നെ വീണ്ടും വിദ്യാർത്ഥി രാഷ്ട്രീയത്തിൽ വെച്ചാൽ പിന്നെ ഈ ലോ കോളേജിൽ പഠിക്കുമ്പോൾ ഇടതുപക്ഷം ഉറപ്പായിരുന്നു. പിന്നെ KSC. അതെ, എല്ലാ കാലത്തും KSC എപ്പോഴും SFI മുന്നണിയിലാണല്ലോ.
KC-കാർ കൂട്ടുകയല്ലോ. KC അവർ സ്വന്തമായിട്ട് മത്സരിച്ച് പോകുന്ന കെ എം മാണി കൂടെ ഉണ്ടല്ലോ, സാറുണ്ടല്ലോ. അതിന് പിന്നെ യൂത്ത് ഫണ്ടിലാവുന്നു. ഒരു കൊല്ലം യൂത്ത് ഫണ്ടിലും ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് കാസർഗോഡ് ജില്ല രൂപീകരിച്ചപ്പോൾ കേരള കോൺഗ്രസ് പാർട്ടിയിലെ 2 ജനറൽ സെക്രട്ടറിമാർ കാസർഗോഡിലേക്ക് മാറി. അപ്പോൾ എന്നെ ഇവിടെ പാർട്ടിയുടെ ജില്ലാ സെക്രട്ടറിയായി. അപ്പോൾ എവിടെയാണ് പ്രവർത്തന കേന്ദ്രം ശരിക്കും? അപ്പോഴത്തേക്കും പ്രവർത്തന കേന്ദ്രം എവിടെയായി? കണ്ണൂർ എവിടെയാണ്? ആസ്ഥാനം എവിടെയായിരുന്നു അന്ന്? കണ്ണൂർ റെയിൻബോ ടൂറിസമായിരുന്നു പാർട്ടിയുടെ ഓഫീസ്. ബസ് സ്റ്റാൻഡിന്റെ മുകളിൽ. ഏത് വർഷമാണ് അത് ശരിക്കും? അത് 83 മുതൽ ഞാൻ അവിടെയായിരുന്നു. റെയിൻബോ ടൂറിസ്റ്റ്. റെയിൻബോ ടൂറിസ്റ്റ് KP നൂറുദ്ദീൻ, KT കുഞ്ഞഹമ്മദ്, MK രാഘവൻ ഉൾപ്പെടെയുള്ള ET മുഹമ്മദ് ബഷീർ ഉൾപ്പെടെ മാസത്തിൽ ഒരിക്കലെങ്കിലും അവിടെ വരും. പിന്നെ MK രാഘവൻ അവിടെ സ്ഥിരം താമസം. MK രാഘവൻ ഞാനും അടുത്തടുത്ത മുറികളിലാണ് താമസം. MK രാഘവൻ, KP നൂറുദ്ദീൻ, AJ ജോസഫ്, മുള്ളമ്മള, ഇങ്ങനെ കുറെ നേതാക്കളുണ്ട്. സണ്ണി ജോസഫ്, എല്ലാവരും റെയിൻബോ ആയിരുന്നു. സതീശൻ പാച്ചേരി A ഗ്രൂപ്പിന്റെ ഒരു കേന്ദ്രമായിരുന്നു ഈ കോൺഗ്രസിലെ A ഗ്രൂപ്പിന്റെ എന്താണ് ഈ റെയിൻബോ ആയിട്ട്? റെയിൻബോയിൽ നിന്ന് വളർന്നുപോയ ഒത്തിരി നേതാക്കൾ കേരള രാഷ്ട്രീയത്തിൽ എല്ലായിടത്തും ഉണ്ട്. റെയിൻബോ ടൂറിസവുമായിട്ട് ബന്ധപ്പെട്ട ഓർമ്മകൾ എന്താണ്? എനിക്കും ഒത്തിരി അറ്റാച്ച്മെന്റ് ഉള്ള ഒരു സ്ഥാപനമാണ്. എങ്ങനെയാണ് താങ്കളുടെ ഓർമ്മ? അവിടെ ഒന്നാമത്തെ കാര്യം എന്ന് വെച്ചാൽ അവിടെ ഇപ്പോൾ ഈ രാഷ്ട്രീയ നേതാക്കന്മാർക്ക് യാതൊരു നിയന്ത്രണവും ഇല്ല. അവരുടെ സ്വന്തം പോലെയാണ് ആ ടൂറിസം. ഇപ്പോൾ KP നൂറുദ്ദീനാണെങ്കിലും MK രാഘവനാണ്, പിന്നെ ഞാനാണെങ്കിലും ജോസഫ് ബേബി ആണെങ്കിലും പിന്നെ മറ്റേ സതീശൻ പാച്ചേരി അവിടെ വന്നു കഴിഞ്ഞാൽ അവരുടെ സ്വന്തം ഒരു സ്ഥാപനം പോലെ നടത്തിയിരുന്നത്. KP അബ്ദുള്ള. എന്താണ് KP അബ്ദുള്ളയെ കുറിച്ചുള്ള ഓർമ്മകൾ? അദ്ദേഹത്തെ കുറിച്ച് പറയാറുണ്ട്, നാട്ടിലെ ഏത് രാഷ്ട്രീയ നേതാവും അദ്ദേഹത്തിന്റെ ഭക്ഷണം കഴിച്ചിട്ടുണ്ടെന്നാ പറയുന്നത്. എന്താണ് അദ്ദേഹത്തെ കുറിച്ച്? അദ്ദേഹത്തെ പോലെ ഇതുപോലെ മറ്റേ ഒരു വളരെ സ്നേഹപൂർവ്വം, എന്താ പറയാ, അതിന് പറയാൻ പറ്റില്ല, അത്രയും സ്നേഹപൂർവ്വമാണ് എല്ലാവരോടും അദ്ദേഹം പരിപാടി. അതിന് രാഷ്ട്രീയമൊന്നുമില്ല. അതിപ്പം നക്സലൈറ്റ് എന്നാലും പുള്ളിയെ സംബന്ധിച്ചിടത്തോളം അതൊരു വിഷയമല്ല. രാഷ്ട്രീയ പ്രവർത്തകർക്ക് ഒരു വികാര ഭൂമിയാണ്, കേന്ദ്രമാണ്. അവർക്ക് അത് സ്വന്തമായി കൊണ്ടുനടക്കാം. ഒരു പ്രത്യേകിച്ച് തടസ്സങ്ങളൊന്നും പൈസ ചായ അവിടെ എങ്ങനെ അതിന്റെ റൂമും കാര്യങ്ങളൊക്കെ എങ്ങനെ? റൂം വാടക ഈ രാഷ്ട്രീയ നേതാക്കന്മാർ ചെന്നാൽ വാടക കൊടുത്ത വാങ്ങും, ഇല്ലെങ്കിൽ പഴയ പോലെ ഇന്നത്തെ പോലെ പൈസ ഒന്നുള്ള കാലമല്ല. ഈ മന്ത്രിമാരൊക്കെ റെയിൻബോൾ വരുമായിരുന്നു ആ കാലഘട്ടത്തിൽ. മന്ത്രിമാരൊന്നും വരാറില്ല. മറ്റേ രാമകൃഷ്ണൻ, പി രാമകൃഷ്ണനൊക്കെ അവിടെ സ്ഥിരം അന്ന് കേരളത്തിലെ കണ്ണൂർ ജില്ലയിലെ പ്രമുഖരായ A വിഭാഗം നേതാക്കന്മാരല്ല മുഴുവൻ ആസ്ഥാനം അതായിരുന്നു. പിന്നെ കേരള കോൺഗ്രസുകളുടെയും ഒരു ആസ്ഥാനമല്ല. കേരള കോൺഗ്രസ് ജോസഫ് ഗ്രൂപ്പിന്റെ മാത്രം. മണി ഗ്രൂപ്പ് എന്ന എവിടെയാണ്? സന്നിധാന ടൂറിസം വേറൊരു ടൂറിസവുമാണ്. അത് രാഷ്ട്രീയ നേതാക്കൾക്കൊക്കെ ലോഡ്ജുകളായിരുന്നു അവരുടെ ഓഫീസ്. അതൊരു വല്ലാത്ത കാലഘട്ടം അല്ലേ? ഇന്ന് എല്ലാവർക്കും ബഹുനില സ്വന്തമായിട്ട് ഓഫീസുകളുണ്ട്. അന്ന് ആർക്കും അത്രയും ഓഫീസില്ല. എല്ലാവരും കോൺഗ്രസിന് ഓഫീസ് ഉണ്ടെങ്കിലും A വിഭാഗത്തിന്റെ ആളുകളെല്ലാം വന്നുകൊണ്ടിരുന്ന അവിടെയാണ്. റെയിൻബോ ടൂറിസ്റ്റ്. MK രാഘവൻ അവിടെ സ്ഥിര താമസം, KP നൂറുദ്ദീൻ അവിടുത്തെ സ്ഥിര സന്ദർശകർ. എല്ലാ ദിവസവും KP നൂറുദ്ദീൻ MLA അല്ലാത്ത കാലത്തൊക്കെ എല്ലാ ദിവസവും തന്നെ അവിടെ വരും. KT കുഞ്ഞഹമ്മദ് ഉണ്ടായിരുന്നില്ല, ഇടതുപക്ഷം ഉണ്ടായിരുന്നു. അങ്ങനെ നേതാക്കളുടെ വലിയൊരു കൃഷ്ണേട്ടൻ, കോൺഗ്രസിന്റെ MP കൃഷ്ണൻ, അങ്ങനെയുള്ള കുറെ മനുഷ്യർ സ്ഥിരമായി കുറെ നേതാക്കൾ അവിടെ വന്നിട്ടുണ്ട്. അതിനെ റെയിൻബോ ടൂറിസം ആക്കി കേന്ദ്രമാക്കി കേരള കോൺഗ്രസിന്റെ ഓഫീസും ഉണ്ടായിരുന്നു. ജോസഫ് ഗ്രൂപ്പിന്റെ ഏത് പോസ്റ്റിലാണ് ഉണ്ടായിരുന്നത്? ജില്ലാ സെക്രട്ടറി. അത് കഴിഞ്ഞ് ഞാൻ ജില്ലാ പ്രസിഡന്റ്. അത് കഴിഞ്ഞ് ജില്ലാ പ്രസിഡന്റ് കാലഘട്ടം എങ്ങനെ ഉണ്ടായിരുന്നു? അന്ന് ഭരണം ഉണ്ടായിരുന്നു? ഇല്ല, ഞാൻ 91-ലാണ് ജില്ലാ പ്രസിഡന്റ് ആകുന്നത്. 91-ലെ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ അന്നത്തെ ജില്ലാ പ്രസിഡന്റ് മുള്ളമ്മട രാജിവെച്ചു. ജോസഫ് മുള്ളമ്മട രാജിവെക്കാൻ കാരണം ഉണ്ടായത്? പ്രത്യേകിച്ച് കാരണമൊന്നും ഉണ്ടായിരുന്നില്ല. 91-ലെ ഇലക്ഷൻ ജോസഫ് മുള്ളമ്മട ഏത് ഗ്രൂപ്പിലാണ്? ജോസഫ് ഗ്രൂപ്പിലാണ്. നിങ്ങൾ ഒരു ഇരട്ടകളെ പോലെ ആയിരുന്നു അന്നല്ലേ? മുള്ളന്മടയും ഏജയും ഒരുമിച്ച് പ്രസ്ഥാനത്ത് നയിച്ചിരുന്നു. ജോസഫ് മുള്ള 85-ൽ കേരള കോൺഗ്രസ് രണ്ടും കൂടി ചോദിച്ചു. ജോസഫും മാണിയായിട്ട് ചോദിച്ചപ്പോൾ മാണി ഗ്രൂപ്പിന് ജില്ലാ പ്രസിഡന്റ് സ്ഥാനം കൊടുത്തു. അപ്പം പിന്നെ ജില്ലാ പ്രസിഡന്റ് സ്ഥാനം മാണി ഗ്രൂപ്പിനാണെങ്കിൽ പിന്നെ ജോസഫ് ഗ്രൂപ്പായിരിക്കും ഓഫീസ് ചാർജുള്ള ജനറൽ സെക്രട്ടറി സ്ഥാനം. അങ്ങനെ മാണി ഗ്രൂപ്പിനെ ആളെ പിന്നെ ജോർജ് കണ്ടത്തങ്ങനെ ജില്ലാ പ്രസിഡന്റാക്കി, എന്നെ ഓഫീസ് ചാർജുള്ള ജനറൽ സെക്രട്ടറി ആക്കി PG ജോസഫ് സാർ നിയോഗിച്ചു. അങ്ങനെ ഞാൻ ഓഫീസ് ചാർജുള്ള ജനറൽ സെക്രട്ടറി ആയി. ആ കാലഘട്ടത്തിലെ കേരള കോൺഗ്രസിന്റെ പ്രമുഖരായ നേതാക്കൾ ആരായിരുന്നു? ജോസഫ് മുള്ളമ്മയുടെ പേര് താങ്കൾ പറഞ്ഞു. പിന്നെ കേരള കോൺഗ്രസ് എല്ലാം എടുക്കാം നമുക്ക്. അന്ന് മാണിയും ജോസഫും മാത്രമേ ഉള്ളൂ. ആ രണ്ട് ഗ്രൂപ്പിൽ ആരായിരുന്നു അന്ന് നേതാക്കൾ? CM മാണി, പിന്നെ ജോയി, പിന്നെ ചൂരനോലി, CS സെബാസ്റ്റ്യൻ,
ജോസ് നരിമറ്റം, ജോസ് നരിമറ്റം, ഇവരൊക്കെയായിരുന്നു അന്നത്തെ പ്രധാന നേതാക്കൾ. അങ്ങനെ ഈ മാത്തുക്കുട്ടി ജോസ്, മാത്തുക്കുട്ടി, പി ടി ജോസ് ഒന്ന്, പി ടി ജോസ് അവർ പറയാൻ പറ്റും. പി ടി ജോസ് ആയിരുന്നു ഇവിടുത്തെ മാണി ഗ്രൂപ്പിന്റെ വടക്കേ മലബാറിലെ പ്രമുഖ നേതാവ്. അദ്ദേഹമാണ് കേരള കോൺഗ്രസിന്റെ മാണി സാറിന്റെ ഏറ്റവും അടുത്ത ആളായിട്ട് അറിയപ്പെട്ടിരുന്നതും അദ്ദേഹത്തിന്റെ ഏറ്റവും സന്തോഷ സഹചാരിയായിരുന്നു അദ്ദേഹം. ഈ കേരള കോൺഗ്രസ് ഈ ജോസഫ് ഗ്രൂപ്പും മാണി ഗ്രൂപ്പ് പിളരുന്നു, ജോസഫ് ഗ്രൂപ്പ് ഉണ്ടാവുന്നു, അല്ലെ? അങ്ങനെയല്ല, അതായത് 78 അല്ല, പി ടി ചാക്കോയിൽ തുടങ്ങിയിട്ട്, പി ടി ചാക്കോയല്ലേ കേരള കോൺഗ്രസിന്റെ സ്ഥാപകൻ? അല്ല, ആരാണ്? പി ടി ചാക്കോയുടെ മരണശേഷമാണ് കേരള കോൺഗ്രസ് ഉണ്ടാകുന്നത്. 1964 കേരള കോൺഗ്രസ് ഉണ്ടാകുന്നത്. അന്ന് പിന്നെ കെ എം ജോർജ് ആയിരുന്നു അതിന്റെ നേതൃത്വം കൊടുത്തിരുന്നത്. കെ എം ജോർജ് സാറ്, ആർ ബാലകൃഷ്ണപിള്ള, മാത്തച്ചൻ കുരുനാക്കുന്നേൽ, ഇവരൊക്കെ ആയിരുന്നു അന്ന്. അപ്പൊ കെ മാണി അന്നില്ല ചിത്രത്തില്. മാണി സാറ് പിന്നീടാണ് വരുന്നത്. മാണി സാറ് പിന്നെ 67 തെരഞ്ഞെടുപ്പ്, മാണി സാർ അന്ന് കേരള കോൺഗ്രസിലേക്ക് വന്നു. പക്ഷെ ഈ ലെവലിലുള്ള പി ടി ചാക്കോടൊപ്പം ഉണ്ടായിരുന്ന നേതാവല്ലേ കെ മാണി? മാണി സാർ പി ടി ചാക്കോ, കെ എം മാണി, ആർ ബാലകൃഷ്ണപിള്ള, ഇതെല്ലാം ഒരു ഇവരെല്ലാം കോട്ടയത്തെ പ്രമുഖ നേതാക്കളായിരുന്നു. കോൺഗ്രസിലായിരുന്നു ജില്ലാ നേതാക്കന്മാർ. എന്തായിരുന്നു അന്ന് കോൺഗ്രസ് വിടാനുള്ള കാരണം ഓർമ്മയുണ്ടോ? വിടാനുണ്ടായിരുന്ന കാരണം പല കാരണങ്ങൾ പറയുന്നത്. എന്നാലും ഏറ്റവും പ്രചാരമുള്ള കാരണം, പെട്ടെന്നുണ്ടായ കാരണം എന്ന് പറയുന്നത്, പിന്നെ പി ടി ചാക്കോ മരിച്ചതിന് ശേഷം ആരെ മന്ത്രിയാക്കണമെന്നതിനെ സംബന്ധിച്ചൊരു തർക്കമുണ്ട്. ടി എ തോമനെ ആണ് ആർ ശങ്കർ പിന്തുണ കൊടുത്തത്. പക്ഷേ കെ എം ജോർജിനെ മന്ത്രിയാക്കണമെന്നുള്ളതായിരുന്നു കേരള കോൺഗ്രസിലെ ഒരു വലിയ വിഭാഗത്തിൻ്റെ താല്പര്യം. അത് ടി എ തോമനെയാണ് മന്ത്രിയാക്കിയത്. അതാണ് ഒരു പിളർപ്പിനുള്ള. പിന്നെ ചുരുളിക്കീരത്തോടുള്ള കുടിയിറക്ക്, ആ കുടിയിറക്കിനെ സംബന്ധിച്ചിടത്തോളം അന്നത്തെ കോൺഗ്രസ് ഗവൺമെൻറ് എടുത്ത നിലപാട് അത് കർഷക വിരുദ്ധമായൊരു നിലപാടായിരുന്നു. ആ നിലപാടാണ് സത്യത്തിൽ പാർട്ടിയെ ഒരു പിളർപ്പിലേക്ക് കൊണ്ടെത്തിച്ചത്. കാരണം ആർ ശങ്കറിന്റെ നേതൃത്വമുള്ള ഒരു വിഭാഗം അനുകൂലമായ നിലപാട് കർഷകർക്കൊപ്പം നിന്നുകൊണ്ട് കോൺഗ്രസ് വിട്ടു. അതാണ് ഈ കർഷക പാർട്ടി എന്ന് കേരള. അപ്പൊ അങ്ങനെ ഈ കേരള കോൺഗ്രസ് അങ്ങനെ ഒരു കർഷക പാർട്ടി ആയിട്ടാണ് അറിഞ്ഞിരുന്നത്, അല്ലേ? അപ്പൊ താങ്കൾ ഇതിനോടൊപ്പം ഇങ്ങനെ സഞ്ചരിക്കുന്നു. താങ്കളുടെ അറിവനുസരിച്ച് അപ്പൊ കെ എം മാണി, ഈ കെ എം മാണി ഇപ്പൊ ഏത് കേരള ഇങ്ങോട്ട് വരുന്നത് കേരള കോൺഗ്രസിലേക്ക് ശരിക്കും നേതൃത്വത്തിലേക്ക് വരുന്നത് എപ്പോഴാണ് ശരിക്കും? മാണിയാണോ പി ജെ ജോസഫാണോ സീനിയർ? മാണി സാറ് വന്നു കഴിഞ്ഞതിന് ശേഷം, മാണി സാറ് 67 തെരഞ്ഞെടുപ്പിൽ MLA ആണ്. ജോസഫ് സാറ് 70 തെരഞ്ഞെടുപ്പിലാണ് MLA ആവുന്നത്. ഈ മാണിയും ജോസഫും തമ്മിൽ അകലാനുണ്ടായ കാരണം എന്താ താങ്കളുടെ ഓർമ്മയിൽ? അത് ആശയപരമായിട്ട് വലിയൊരു വ്യത്യാസമൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ അവര് അത് എന്താ അതിനെപ്പറ്റി പറയാതിരിക്കാത്ത, അന്ന് ആ പിളർപ്പിന്റെ സമയത്ത് ഞാൻ ആ പാർട്ടിയിൽ ഇല്ലല്ലോ. പറഞ്ഞിട്ടെന്ന് വെച്ചാൽ അങ്ങനെ ആശയപരമായിട്ടൊന്നും ഇല്ലായിരുന്നില്ല. മാണി സാർ പി ജോസഫിനെ ഒതുക്കാൻ വേണ്ടി ഒരു ശ്രമം നടത്തി എന്നാണ് പറയപ്പെടുന്നത്. അതുകൊണ്ടാണ് ജോസഫ്. മാണി സാറിന്റെ ഒരു ക്യാരക്ടർ എങ്ങനെയായിരുന്നു താങ്കൾ? മാണി സാറിനെ സംബന്ധിച്ചിടത്തോളം മാണി സാർ എന്ത് പറഞ്ഞാലും, മാണി ഗ്രൂപ്പ് അല്ലെങ്കിൽ പോലും കേരളത്തിലെ കർഷകർക്ക് വേണ്ടി ഒട്ടേറെ കാര്യങ്ങൾ ചെയ്തിട്ടുള്ളവരാണ്. നേരത്തെ ഈ കാർഷിക ആദായ നികുതി ഉണ്ടായിരുന്നു. കേരളത്തിലെ കർഷകർ ഏറ്റവും അധികം ഉദ്യോഗസ്ഥന്മാർ പീഡിപ്പിച്ചിരുന്ന ഒരു കാര്യമാണ്. അവർ വന്നിട്ട് ഒരു റബ്ബറിന് 5 കിലോ ഷീറ്റ് കിട്ടും, അതിന് ഇത്ര രൂപ വരുമാനമുണ്ടെന്ന് പറഞ്ഞു 2 കർഷകരെ പീഡിപ്പിച്ചിട്ടുണ്ട്. അത് മാണിസാറാണ് എടുത്തു. പിന്നെ തോന്നുന്ന കൃഷിക്കാർ ചെയ്ത ഏറ്റവും വലിയ സേവനങ്ങളൊന്നും. പിന്നെ കർഷകർക്ക് പട്ടയം കൊടുക്കുന്ന കാര്യത്തിൽ, മലയോര മേഖലയുടെ വികസനത്തിന്റെ കാര്യത്തിൽ ഒത്തിരി പിന്നെ കേരള കോൺഗ്രസ് മലയോര പാർട്ടിയാണ് ശരിക്കും, അങ്ങനെയാണ് അറിയപ്പെടുന്നത്. കണ്ണൂർ ജില്ലയെ സംബന്ധിച്ചിടത്തോളം മലയോര പാർട്ടിയാണ്. പക്ഷേ മലയോര മേഖലയിൽ 2 കേരള കോൺഗ്രസുകളും ഒട്ടേറെ പിന്നെ വികസന പ്രവർത്തനങ്ങൾ സേവനം നടത്തിയിട്ടുണ്ട്. ഈ കെ എം മാണിയിൽ ജോസഫിന്റെ കൂടെ ആണല്ലോ. ജോസഫിനെ എങ്ങനെയാണ് വിലയിരുത്തുന്നത്? ജോസഫ് സാർ കേരള രാഷ്ട്രീയത്തിലെ ഒരു എന്താ പറയുക പരമസ്വാത്വികനായ നല്ല. എന്താണ് അയാൾ താങ്കൾ കണ്ട പ്രത്യേകതകൾ എന്തൊക്കെയാണ്? പുള്ളി ഒന്ന് ഒരു അഴിമതിക്കാരനല്ല, പ്രവർത്തകരോടൊക്കെ എല്ലാം വളരെ സ്നേഹപൂർവ്വം പെരുമാറുന്നതാണ്. ഞാനിപ്പോൾ പുള്ളിയെ വിട്ടു പോകുന്നെങ്കിൽ പോലും ഞാൻ ഇന്നും കേരള രാഷ്ട്രീയത്തിൽ ഏറ്റവും സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്ന നേതാവ് പി ജെ സാറാണ്. ഈ കേരള കോൺഗ്രസ് ഇപ്പം നമ്മൾ പറഞ്ഞു മാണി പിരിഞ്ഞ് ജോസഫ് ഉണ്ടായി.
പിന്നെ അടുത്ത കേരള കോൺഗ്രസ് ഏതാ ഉണ്ടാകുന്നത്? അത് 85-ല് വീണ്ടും കേരള കോൺഗ്രസ് കൂടി ഒന്നിച്ചു കഴിഞ്ഞതിന് ശേഷം പിന്നെ 87-ല് അപ്പൊ പിറന്നപ്പോ TNJK അടക്കമുള്ള ആളുകള് മാണി ഗ്രൂപ്പിലായിരുന്നു. അത് കഴിഞ്ഞ് 91-ലെ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതിന് ശേഷമാണ് TN ജേക്കബ് മാണി ഗ്രൂപ്പുമായിട്ട് വിളിച്ച് വേറെ ജേക്കബ് ഗ്രൂപ്പ്. അപ്പൊ മൂന്നെണ്ണായി. അതിന് മുമ്പ് പിന്നെ ബാലകൃഷ്ണപിള്ളയുടെ 75-ൽ അല്ല 75-ൽ കേരള കോൺഗ്രസ് കുഴപ്പമുണ്ടായി. അന്ന് മാണിയും പിന്നെ KM ജോർജുമായിട്ടായിരുന്നു. അന്നാണ് മാണി ഗ്രൂപ്പ് ഉണ്ടാകുന്നതും ജോർജ് ഗ്രൂപ്പ് ഉണ്ടാകുന്നത്. അപ്പൊ ജോർജ് ഗ്രൂപ്പിന്റെ കൂടെ ജോർജ് ഗ്രൂപ്പ്, മാണി ഗ്രൂപ്പ്, ജോസഫ് ഗ്രൂപ്പ് അല്ല. അന്ന് 75-ലെ പിളർപ്പിൽ മാണി ഗ്രൂപ്പും ജോർജ് ഗ്രൂപ്പും ഉണ്ടായിരുന്നു. ആ ജോർജ് ഗ്രൂപ്പിലെ പിന്നെ ആളായിരുന്നു ബാലകൃഷ്ണപിള്ള. പി ജി ജോസഫ് മാണി ഗ്രൂപ്പ്. പിന്നെ ജോർജ് ഗ്രൂപ്പ് പിന്നെ അടിയന്തരാവസ്ഥ കാലഘട്ടത്തിൽ പിന്നെ കോൺഗ്രസിനോടൊപ്പം ചേർന്ന് ഭരണത്തിൽ കയറി ബാലകൃഷ്ണനോട് അടക്കം മന്ത്രിയായി. ബാലകൃഷ്ണപിള്ള ഇവരോടൊപ്പമുള്ള നേതാവ് തന്നെയായിരുന്നു ആ കാലഘട്ടത്തിൽ. കാലഘട്ടം മുതലുണ്ടോ? അതെയോ? സ്ഥാപക നേതാവാണ്. കേരള കോൺഗ്രസിന്റെ സ്ഥാപക നേതാവാണ്. സ്ഥാപക നേതാക്കളില് PT ചാക്കോ, ഇല്ല, KM ജോർജ്, R ബാലകൃഷ്ണപിള്ള, കുരുനാക്കുന്തൽ, അന്ന് DCC സെക്രട്ടറി ആയിട്ടായിരുന്നു മാണി സാർ തന്നെ ഓർമ്മ. മാണി സാറ് ഒക്കെ എല്ലാം കൂടിയാണ് കേരള കോൺഗ്രസ്. ഇപ്പൊ തന്നെ നിങ്ങൾ പറഞ്ഞു വന്നപ്പോ തന്നെ KM ജോർജ്, അല്ല മാണി ഗ്രൂപ്പ്, ജോസഫ് ഗ്രൂപ്പ്, ബാലകൃഷ്ണപിള്ള ഗ്രൂപ്പ്, TN ജേക്കബ് ഗ്രൂപ്പ്, വേറെ ജേക്കബ് ഗ്രൂപ്പ് ഉണ്ട്, ജേക്കബിന്റെ ഗ്രൂപ്പ്. 4 ഇപ്പൊ തന്നെ. ഇനി അടുത്തത് എങ്ങനെയുണ്ടാകുന്നത്? അടുത്തതുണ്ടാകുന്നത് PC തോമസിന്റെ ഒരു ഗ്രൂപ്പ്. 2010-ൽ കേരള കോൺഗ്രസ്, അന്ന് ജോസഫ് ഗ്രൂപ്പുണ്ട്, മാണി ഗ്രൂപ്പുണ്ട്, ജേക്കബ് ഗ്രൂപ്പുണ്ട്. 2010-ൽ ജോസഫ് ഗ്രൂപ്പ് മാണി ഗ്രൂപ്പിലേക്ക് ലയിക്കും. ജോസഫ് മാണി ഗ്രൂപ്പിൽ ലയിക്കുമ്പോൾ ജോസഫ് ഗ്രൂപ്പ് ഉണ്ടായിരുന്ന PC തോമസ് അടക്കമുള്ള ആളുകൾ അവിടെ തന്നെ നിന്നു, ഇടതുപക്ഷ മുന്നണിയിൽ തന്നെ നിന്നു. ജോസഫ് ഗ്രൂപ്പ് മാണി ഗ്രൂപ്പിൽ ലയിച്ചു. മൂന്നാമത്തെ ലയനാണ് അല്ലേ? രണ്ടാമത്തെ മാണി ഗ്രൂപ്പിൽ ലയിച്ചു. 2011-ലെ തെരഞ്ഞെടുപ്പിൽ ഇതിന്റെ സമയത്ത് ജോസഫ് മാണി കൂടെ ഒരുമിച്ച് ഒരു പാർട്ടിയായിട്ടാണ്. അന്ന് PC തോമസ് കേരള കോൺഗ്രസ് ആയിട്ട് തന്നെ തുടർന്നു. കേരള കോൺഗ്രസ് ആയിട്ട് തുടർന്നപ്പോൾ ഇലക്ഷൻ കമ്മീഷൻ പിന്നെ ജോസഫ് ഗ്രൂപ്പിൽ ഒന്ന് ലയിച്ചല്ലോ. ഇലക്ഷൻ കമ്മീഷൻ PC തോമസിന്റെ ഗ്രൂപ്പിനെ കേരള കോൺഗ്രസ് ആയിട്ട് അംഗീകരിച്ചു. അങ്ങനെ PC തോമസിന്റെ ഗ്രൂപ്പ് അവിടെ തന്നെ നിന്നു. പിന്നീട് 2016 ഈ മാണി ഗ്രൂപ്പിലുണ്ടായിരുന്ന, ഞാനൊക്കെ മാണി ഗ്രൂപ്പിൽ സംസ്ഥാന ജനറൽ സെക്രട്ടറിയാണ്. ഞാൻ ഫ്രാൻസിസ് ജോർജ്, ഡോക്ടർ KC ജോസഫ്, ആന്റണി രാജു, ഞാൻ ഉൾപ്പെടെയുള്ള ആളുകൾ അവിടെ നിന്ന് പിളർന്ന് 2016 ജനാധിപത്യ കേരള കോൺഗ്രസ് ഉണ്ടായി. അങ്ങനെയാണ് ജനാധിപത്യ കേരള കോൺഗ്രസ് ഉണ്ടായത്. അത് കഴിഞ്ഞ് പിന്നെ മാണി ഗ്രൂപ്പ് ജോസഫ് ഗ്രൂപ്പായിട്ട് വളർന്നു. ജോസഫ് ഗ്രൂപ്പായിട്ട് വളർന്നപ്പോൾ PC ഗ്രൂപ്പ് അവിടെ ഉണ്ടല്ലോ, കേരള കോൺഗ്രസ്. മാണി ഗ്രൂപ്പായ ജോസഫ് ഗ്രൂപ്പും മാണി ഗ്രൂപ്പുമായിട്ട് വളർന്നു കഴിയുമ്പോൾ ജോസഫ് ഗ്രൂപ്പിനെ ഒരു പിന്നെ 2016-ലെ തെരഞ്ഞെടുപ്പിന്റെ സമയത്ത് ജോസഫ് ഗ്രൂപ്പിന് ഒരു പാർട്ടിയില്ല എന്നത്തെ അവസ്ഥ വന്നു. രജിസ്റ്റേർഡ് പാർട്ടി ഉണ്ടല്ലോ, രജിസ്ട്രേഷൻ സമയമില്ല. അപ്പോൾ അവരെന്ത് ചെയ്ത് ജോസഫ് ഗ്രൂപ്പ് ഒറ്റക്കെട്ടായി PC തോമസിന്റെ കേരള കോൺഗ്രസിലേക്ക് ലയിച്ചു. അപ്പം ആ കേരള കോൺഗ്രസ് ഇല്ലാതായി പുതിയ PC തോമസിന്റെ കേരള കോൺഗ്രസ് ജോസഫ് ഗ്രൂപ്പിന്റെ ജോസഫ് ജെ എന്നുള്ള സാധനം പോയി. ജോസഫ് ഗ്രൂപ്പ് ഇല്ല, ജോസഫ് ഗ്രൂപ്പ് ഇല്ല കേരള. പക്ഷേ PC തോമസ് ഗ്രൂപ്പിലേക്ക് ജോസഫ് ഗ്രൂപ്പ് ലയിച്ചെങ്കിലും സ്കറിയ തോമസിന് PC തോമസിന്റെ കൂടെ ഉണ്ടായിരുന്ന സ്കറിയ തോമസ് വിഭാഗം ആ ലയനം തയ്യാറായില്ല, എതിരായി. കാരണം PC തോമസ് അടക്കമുള്ള UDF-ലേക്കാണ് പോകുന്നത്. ഈ സ്കറിയ തോമസ് അടക്കമുള്ള ആൾ LDF തന്നെ പോയി. ശരി, അത് അങ്ങനെയാണ് കേരള കോൺഗ്രസ് സ്കറിയ തോമസ് വിഭാഗം. സ്കറിയ തോമസ് വിഭാഗം ഉണ്ട്, MLA ഇല്ല, സ്കറിയ തോമസ് വിഭാഗം. ഇപ്പൊ എത്ര കേരള കോൺഗ്രസുകൾ നിലവിൽ കേരളത്തിലുണ്ട്? 6. ഒന്ന് പേര് പറയാൻ പറ്റുമോ? ഒന്ന് മാണി ഗ്രൂപ്പ്, കലാശ്രം, പിന്നെ വിജയസാർ നയിക്കുന്ന കേരള കോൺഗ്രസ്, പിന്നെ ഡോക്ടർ KC ജോസഫ് നയിക്കുന്ന ജനാധിപത്യ കേരള കോൺഗ്രസ്, ബാലകൃഷ്ണപിള്ള നയിക്കുന്ന KB ഗണേഷ് കുമാർ നയിക്കുന്ന കേരള കോൺഗ്രസ്, പിന്നെ TN ജേക്കബിന്റെ ഗ്രൂപ്പ് കേരള കോൺഗ്രസ്, പിന്നെ
ഈ സ്കറിയ തോമസ് വിഭാഗത്തിൻ്റെ ഗ്രൂപ്പ്. അപ്പൊ 6 ഇതിന് പുറമെ കടന്നുപോയ കേരള കോൺഗ്രസുകൾ ഏതൊക്കെയാണ്? ഈ വേറെ ഗ്രൂപ്പുകൾ ഉണ്ടായത് ഏതൊക്കെയായിരുന്നു? കുറെ ഗ്രൂപ്പുകൾ പിന്നെ ഉണ്ടായിട്ടുണ്ടല്ലോ, ഇതിന് മുമ്പ് ഉണ്ടായി ഇല്ലാതായ കുറെ ഗ്രൂപ്പുകളില്ലേ? അതൊന്ന് ജോസഫ് ഗ്രൂപ്പ് ഇല്ലാതായി. ജോസഫ് ഗ്രൂപ്പ് ഇല്ലാതായി. പിന്നെ ഇല്ലാതായ വേറെ ഗ്രൂപ്പുകളൊന്നും ഇല്ലാതായിട്ടില്ല. പിന്നെ പി സി ജോർജ് ഗ്രൂപ്പ് ഉണ്ടാക്കിയായിരുന്നു, പക്ഷെ അത് അധികാരം നിന്നില്ല. ഈ പി സി തോമസ് അല്ലേ എൻ ഡി എ മുന്നണിക്കൊപ്പം കേന്ദ്രമന്ത്രി? ഒറ്റ ഒരാളാണ് എൻ ഡി എ മുന്നണിക്കൊപ്പം നിന്നിട്ടുള്ളൂ, വേറെ ആരെങ്കിലും എൻ ഡി എ മുന്നണിക്ക് നിന്നിട്ടില്ല. ഇപ്പൊ കേരള കോൺഗ്രസുകൾ ഏതൊക്കെ മുന്നണികളിലാണ് ഉള്ളത്? ഇപ്പോ ജോസഫ് ഗ്രൂപ്പും ജേക്കബ് ഗ്രൂപ്പും യു ഡി എഫില്, മറ്റു 4 ഗ്രൂപ്പുകളും ജനാധിപത്യ കേരള കോൺഗ്രസ്, കേരള കോൺഗ്രസ്, ജേക്കബ് പിള്ള ഗ്രൂപ്പ്, പിന്നെ സ്കറിയ തോമസ് വിഭാഗം. കേരള കോൺഗ്രസിൽ ഇടതുപക്ഷത്തുണ്ട്. ഇടതുപക്ഷത്ത് 6 MLA-മാരുണ്ട് അല്ലേ? മാണിഗ്രൂപ്പിന്റെ അല്ല, മാണിഗ്രൂപ്പിന്റെ 7 MLA-മാര് ഇപ്പൊ ഉണ്ട് കേരള കോൺഗ്രസിനോടൊപ്പം തന്നെ. ഈ കേരള കോൺഗ്രസ് ഇങ്ങനെ ഈ വ്യക്തിയിൽ അധിഷ്ഠിതമായിട്ടില്ല ഇത് വളരുകയും പിളരുകയും ചെയ്യും. എല്ലാ കേരള കോൺഗ്രസിന്റെ ആശയം ഒന്ന് തന്നെയാണ്. വ്യക്തികളെ ആശ്രയിച്ചുള്ള ഒരു പിളർപ്പുകളാണ് പലപ്പോഴും ഉണ്ടായിട്ടുള്ളത്. ആശയപരമായിട്ടൊരു പിളർപ്പൊന്നും പറയാൻ പറ്റത്തില്ല. അല്പമെങ്കിലും പറയാൻ പറ്റുന്നത് ഈ 2016 ഒരു പിളർപ്പ് മാത്രം. കാരണം അത് അന്ന് പിളർന്നപ്പോൾ ഇടതുപക്ഷത്തോട് താല്പര്യമുള്ള ആളുകളാണ് ജനാധിപത്യ കേരള കോൺഗ്രസിനോടൊപ്പം ചേർന്നത്. അതിൽ 1-2 നേതാക്കന്മാർ ഒഴികെ. ജനാധിപത്യ കേരള കോൺഗ്രസിന് ഉള്ള MLA-യുടെ പേരെന്താണ് ഇപ്പൊ ജനാധിപത്യ കേരള കോൺഗ്രസിന്റെ MLA-യുടെ പേര്? ആന്റണി രാജു, മന്ത്രിയായിരുന്നു. 2010 ലയിക്കുന്ന സമയത്ത് തന്നെ ഞാനൊക്കെ ജോസഫ് സാറിനോട് പറഞ്ഞതാണ് വ്യക്തിപരമായിട്ട്, ഇത് പിന്നെ ജയിക്കുന്നതിന് കുഴപ്പമില്ല, പക്ഷേ ഇടതുപക്ഷ മുന്നണി വിടുന്നത് ശരിയല്ല എന്ന അഭിപ്രായപ്പെട്ട ആളുകളായിരുന്നു. ഇങ്ങനെ പെട്ടെന്ന് ഇങ്ങനെ പിള്ളേരും ഒരുമിച്ച് നടന്നു ഒരു 2 ഭാഗത്തേക്കെല്ലാം പോകുമ്പോൾ ഒരു മാനസികാവസ്ഥ എന്താ? അല്ല, അത് വ്യക്തിപരമായിട്ട് ഞങ്ങൾക്ക് യാതൊരു ആവശ്യമില്ല. എല്ലാവരും ഒന്നിച്ച് തന്നെയാണ് നിൽക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അത്രേ ഉള്ളൂ. ഒരു ഗ്രൂപ്പായിട്ട് CPM-ഉം CPI പിളർന്നപ്പോ സംഘർഷമായിരുന്നു, അടി. ഇപ്പൊ ഞാൻ പറയാം, ഇപ്പൊ കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പിന്റെ ആളും ജോസഫ് ഗ്രൂപ്പാണ് പ്രമുഖ നേതാക്കന്മാരുടെ വീട്ടിൽ നടക്കുന്ന കല്യാണം, അതുപോലെ ഞങ്ങളെ പരസ്പരം കൊണ്ട് വിളിക്കാറുണ്ട്, പോകാറുണ്ട്. കാണുമ്പോൾ ഒരു പാർട്ടിയിലായിരുന്നവരാണെങ്കിൽ പിളർന്നതിന് ശേഷമുള്ള ഒരു വ്യക്തിപരമായ ഒരു അകൽച്ച ആരുമായിട്ടും ഉണ്ടായിട്ടില്ല, എനിക്കുണ്ടായിട്ടില്ല. ഈ കേരള കോൺഗ്രസുകൾ ഇപ്പോ 1 ഡസൻ, എനിക്ക് തോന്നുന്നു ഒരു 10 കേരള കോൺഗ്രസുകൾ മൊത്തം ഉണ്ടായിട്ടുണ്ടാവില്ല. 1 ഡസൻ കേരള കോൺഗ്രസുകൾ ഉണ്ടായിട്ടുണ്ടാവും പല ഘട്ടങ്ങളിലും. പ്രധാനപ്പെട്ട വകുപ്പുകൾ ഏതൊക്കെയാണ് ആ കാലഘട്ടത്തിൽ കേരള കോൺഗ്രസ് കൈകാര്യം ചെയ്തിട്ടുള്ള? ആഭ്യന്തരം ഉൾപ്പെടെയുള്ള ഏതൊക്കെ? ആഭ്യന്തരം, ധനകാര്യം, പൊതുമരാമത്ത്, വിദ്യാഭ്യാസം, ട്രാൻസ്പോർട്ട്, റവന്യൂ, ആരോഗ്യം. കേരളത്തിലെ എല്ലാ വകുപ്പും പ്രധാനപ്പെട്ട മുഖ്യമന്ത്രി സ്ഥാനം ഒഴികെ ബാക്കിയെല്ലാം ഒരിക്കലും മുഖ്യമന്ത്രി പദത്തിലേക്ക് മാത്രം എത്തിയിട്ടില്ല. ഈ കേരള കോൺഗ്രസിന്റെ ഏറ്റവും ഉയർന്ന പോസ്റ്റിലേക്ക് ഈ പറയുന്ന ഡെപ്യൂട്ടി ചെയർമാൻ പദവിക്ക് മുമ്പ് ഏതൊക്കെ പദവികളിലൂടെ കടന്നു പോയിട്ടുണ്ട്? ഞാൻ ആദ്യം KSC ജില്ലാ പ്രസിഡന്റ് ആയിരുന്നു, പിന്നീട് യൂത്ത് ഫണ്ട് ജില്ലാ പ്രസിഡന്റായി, പിന്നെ പാർട്ടിയുടെ ജനറൽ സെക്രട്ടറിയായി, ജില്ലാ ജനറൽ സെക്രട്ടറിയായി, പിന്നെ 91 മുതൽ 14 വർഷക്കാലം പാർട്ടിയുടെ ജില്ലാ പ്രസിഡന്റായിരുന്നു. അതിനുശേഷം ജോസഫ് ഗ്രൂപ്പിന്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറിയായി. പിന്നെ മാണി ഗ്രൂപ്പും ജോസഫ് ഗ്രൂപ്പുമായിട്ട് ലയിച്ചപ്പോൾ കേരള കോൺഗ്രസ് സ്വിമ്മിന്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറിയായി. പിന്നീട് ജനാധിപത്യ കേരള കോൺഗ്രസ് ഉണ്ടായപ്പം അതിൻ്റെ ആദ്യം സംസ്ഥാന ജനറൽ സെക്രട്ടറി ആയിരുന്നു. പിന്നീട് ഫ്രാൻസിസ് ജോർജ് പോയി ശേഷം നടന്നത് സംഘടനാ തെരഞ്ഞെടുപ്പ് പാർട്ടിയുടെ ഡെപ്യൂട്ടി ചെയർമാനാണ്. അപ്പം 8 പ്രധാനപ്പെട്ട പോസ്റ്റുകളിലൂടെയാണ് അരനൂറ്റാണ്ട്, 60 വർഷമായി അല്ലേ? വയസ്സിൽ എത്രയായി? 76 ചോദിക്കാം, കുഴപ്പമില്ലല്ലോ, ശമ്പളം ചോദിക്കരുത്. 76. ഈ എങ്ങനെയാണ് ഇപ്പോഴും ഈ യങ്ങായിട്ട് ഇങ്ങനെ ഇരിക്കുന്നത്? ജീവിത ചിട്ട എങ്ങനെയാണ്? ജീവിത ഒരു ചര്യ എങ്ങനെയാണ് ശരിക്കും ഒരു ദിവസം അറിയാൻ വേണ്ടി മാത്രം? കാരണം ജീവിത ശരിയാന്ന് പറഞ്ഞാൽ ഞാൻ ഒന്ന് പുക വലിക്കില്ല, മദ്യം ഉപയോഗിക്കാറില്ല. പിന്നെ ഈ രാവിലെ ഒരു 5 മണിക്ക് എഴുതിക്കും, യോഗ ചെയ്യും, അരമണിക്കൂർ നടക്കും. എത്ര കാലമായിട്ട് യോഗ ചെയ്യുന്നുണ്ട്? ഞാനൊരു 10-20 വർഷമായിട്ട് യോഗ ചെയ്യുന്നുണ്ട്. അരമണിക്കൂർ നടക്കും. പിന്നെ ഭക്ഷണമാണെങ്കിൽ വലിയ കൊഴുപ്പ് ഉള്ള ഭക്ഷണങ്ങൾ അധികം കഴിക്കാറില്ല. ഇപ്പോൾ
പുറത്തു പോയാൽ സാധാരണ ഞാൻ കഴിക്കാതെ എനിക്ക് കോഫി ഓഫീസിൽ ഭക്ഷണം കഴിക്കുന്നത്. എന്തെല്ലാം ഭക്ഷണങ്ങൾ ഭക്ഷണക്രമങ്ങൾ എനിക്ക് കൂടുതലും വെജിറ്റേറിയൻ സാധാരണ ഈ മലയോരത്ത് ചേട്ടന്മാർ എന്നൊക്കെ പറഞ്ഞ കൂടി പന്നിയും കുറച്ച് ഇറച്ചിയും കഴിക്കും. കഴിക്കാതൊന്നുമില്ല. കല്യാണങ്ങൾക്ക് പോകുമ്പോൾ കഴിക്കും. പിന്നെ വീട്ടിലും പിന്നെ മക്കളൊക്കെ സ്കൂൾ കോളേജിൽ നിന്നൊക്കെ വരുമ്പോൾ മേടിക്കുമ്പോൾ കഴിക്കും. പിന്നെ ഇറച്ചിയോ മീനും വേണമെന്ന് യാതൊരു നിർബന്ധമില്ല. ലളിത ഭക്ഷണം. ഈ സങ്കടം തോന്നിയിട്ടുണ്ടോ രാഷ്ട്രീയ പ്രവർത്തനത്തിന്റെ ഇടയ്ക്ക് എപ്പോഴെങ്കിലും വല്ലാതെ സങ്കടം തോന്നിയ ഒരു അനുഭവം പറയാൻ പറ്റും? വലിയ സങ്കടത്തിൽ പെട്ടുപോയ ഒരു അനുഭവം? അങ്ങനെ ഒരു അനുഭവമില്ല. വലിയ സങ്കടകരമായി പിളർപ്പുകൾ വരുമ്പോഴോ നേതാക്കളുടെ വേർപാടോ അല്ലെങ്കിൽ നിലപാടുകളോ അങ്ങനെയൊന്നും ബാധിക്കില്ല. അത് നമ്മളെ ബാധിക്കില്ല. അതൊന്നും ബാധിക്കില്ല. കാരണം വെച്ചാലേ ഞാനൊരു നല്ല ദൈവവിശ്വാസിയാണ്. നമുക്കുണ്ടാവുന്ന മുഴുവൻ കാര്യങ്ങളും എഴുതപ്പെട്ടതാണെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ്. അതിനപ്പുറം ഒന്നും സംഭവിക്കില്ല. നമ്മൾ അതിനനുസരിച്ച് പ്രവർത്തിച്ചാൽ നമ്മൾ പ്രവർത്തിച്ചിരിക്കും. ഒരു ഉദാഹരണം പറഞ്ഞാലേ, കണ്ണൂർ യൂണിവേഴ്സിറ്റി വരുന്നതിനെ സംബന്ധിച്ച് ഒരു ആലോചിക്കാൻ വേണ്ടി ഒരു സർവകക്ഷി യോഗം വിളിച്ചു കൂട്ടി. മുല്ലപ്പള്ളി രാമേന്ദ്രൻ ഇവിടെ ടൗൺ ഹാളിലായിരുന്നു. മൂർക്കോത്ത് രാമണ്ണി എന്ന് പറഞ്ഞ അദ്ദേഹമായിരുന്നു അതിൻ്റെ അധ്യക്ഷൻ. മുല്ലപ്പള്ളി എം പി ആയിരുന്നു. ആ യോഗം നടക്കുന്ന ഒരാഴ്ച മുമ്പ് EMSന്റെ ഒരു ലേഖനം ഉണ്ടായിരുന്നു. ബഹുമാനപ്പെട്ട EMSന്റെ ലേഖനത്തിൽ പറഞ്ഞിരിക്കുന്നത് ഇങ്ങനെ യൂണിവേഴ്സിറ്റികൾ ഒത്തിരി വേണ്ട, യൂണിവേഴ്സിറ്റി സെൻ്ററുകൾ മതി, നിലവിലുള്ള യൂണിവേഴ്സിറ്റികളെ നല്ല രീതിയിൽ പ്രവർത്തിച്ചാൽ മതി, അപ്ഗ്രേഡ് ചെയ്താൽ മതി എന്നുള്ളതിലായിരുന്നു. ആ യോഗത്തിൽ കൊടിയേരി ബാലകൃഷ്ണനായിരുന്നു ജില്ലാ സെക്രട്ടറി. ബാലകൃഷ്ണൻ അടക്കം ഈ പുതിയ യൂണിവേഴ്സിറ്റി വരുന്നതിനെ അനുകൂലമായിട്ട് ഞാൻ മാത്രമാണ് അന്ന് EMSന്റെ അഭിപ്രായം അനുസരിച്ച്. എന്തുകൊണ്ടാണ് താങ്കൾ അങ്ങനെ പറയാൻ കാരണം? എനിക്കതാണ് ശരിയെന്ന് തോന്നുന്നു. കാരണം കുറേ യൂണിവേഴ്സിറ്റി ഉണ്ടാകുമ്പോൾ കുറേ വൈസ് ചാൻസലർമാരെ കുറേ EMS പറഞ്ഞത് തന്നെ കുറേ വൈസ് ചാൻസലറെ കുറേ ഉദ്യോഗസ്ഥന്മാരിൽ പ്രത്യേക കെട്ടിടം എല്ലാ ടൗണുകളിലും യൂണിവേഴ്സിറ്റി സെൻ്ററുകൾ ആരംഭിച്ചാൽ മതി. അപ്പോൾ വിദ്യാർത്ഥികളുടെ ആവശ്യങ്ങളൊക്കെ നടക്കും എന്നുള്ള അഭിപ്രായമായിരുന്നു അന്ന് EMS പറഞ്ഞത്. ബഹുമാനപ്പെട്ട EMS പറഞ്ഞത്. ആ അഭിപ്രായത്തോടാണ് എനിക്ക് യോജിപ്പുണ്ട്. നിങ്ങൾ മാത്രമേ എതിർത്ത് സംസാരിച്ചു? ഞാൻ എതിർത്തല്ല, ഈ അഭിപ്രായം ഞാൻ പറഞ്ഞു. അപ്പോൾ എന്താ പറഞ്ഞത്? യൂണിവേഴ്സിറ്റി വന്ന് പിന്നീട് 96 നടന്ന തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷം അധികാരത്തിൽ വന്നു. ഇടതുപക്ഷത്തെ അധികാരത്തിൽ വന്ന് വിദ്യാഭ്യാസ മന്ത്രിയായി. ഞാൻ ഇവിടെ പുത്തൂർ നിർമ്മലി കോളേജിലെ ജോൺ ജോസഫ് ആവശ്യപ്പെട്ടിട്ട് ഇവിടെ സിൻഡിക്കേറ്റ് ഉപയോഗിക്കുമ്പോൾ അദ്ദേഹത്തിന് ശുപാർശ പറയാൻ വേണ്ടി പോയാണ്. അദ്ദേഹത്തെ സിൻഡിക്കേറ്റ് ആക്കണം, പ്രൊഫസർ ജോൺ ജോസഫിനെ സിൻഡിക്കേറ്റ് മെമ്പർ ആക്കണമെന്ന് പറഞ്ഞിട്ടാണ് ശുപാർശ പറയാൻ പോയത്. അപ്പോൾ അവിടെ ചെന്നപ്പോൾ ജോസഫ് സാറിൻ്റെ അടുത്ത് ജോസഫ് സാർ ഒന്നും പറഞ്ഞില്ല. ഡോക്ടറെ അടുത്ത് വന്നപ്പോൾ ഡോക്ടർ കെ സി ജോസഫ് കുട്ടനാട് MLA. പുള്ളി ജോൺ ജോസഫ് ഇല്ലാ സമയത്ത് പറഞ്ഞു, രണ്ടെണ്ണം ഉണ്ടെങ്കിൽ ഒന്ന് ജോണിന് കൊടുക്കാമെന്ന് പറഞ്ഞു. ഇപ്പോൾ ഞാൻ ചോദിച്ചു, ഒരെണ്ണം ഉണ്ടെങ്കിൽ ആർക്കാ? ഒരെണ്ണം ഉണ്ടെങ്കിൽ നിരക്കാമെന്ന് പറഞ്ഞു. എന്താ അങ്ങനെ പറയാൻ കാരണം? കാരണം ഞാൻ സ്ഥാനാർത്ഥിയെ മത്സരിച്ചതിന് ശേഷം കിട്ടുന്ന ഒരു സ്ഥാനം എന്ന നിലയിലായിരിക്കാം. ഏതായാലും കണ്ണൂർ യൂണിവേഴ്സിറ്റി, അപ്പോൾ ഞാൻ കണ്ണൂർ ജില്ലാ പ്രസിഡന്റാണല്ലോ. അങ്ങനെ രണ്ടെണ്ണം കിട്ടി. അങ്ങനെ ഞാൻ സിൻഡിക്കേറ്റ് മെമ്പറായി. രണ്ടുപേരും ആദ്യ കണ്ണൂർ യൂണിവേഴ്സിറ്റിയുടെ പ്രഥമ സിൻഡിക്കേറ്റിൽ ഒരാളായിരുന്നു. ഫിനാൻസ് കമ്പനി ചെയർമാൻ. എന്തൊക്കെ കാര്യങ്ങൾ ആ കാലഘട്ടത്തിൽ? കണ്ണൂർ യൂണിവേഴ്സിറ്റിയിലെ ആദ്യത്തെ ബഡ്ജറ്റ് അവതരിപ്പിച്ച ആൾക്കാരാണ്. കണ്ണൂർ യൂണിവേഴ്സിറ്റി പ്രഥമ ബജറ്റ് അവതരിപ്പിച്ച ആളാണ്. അത് ആദ്യത്തെ സിൻഡിക്കേറ്റും ആദ്യത്തെ സെലക്ടറുണ്ട്. അതിൻ്റെ ആദ്യത്തെ ബഡ്ജറ്റ് സ്വാഭാവികമായിട്ടും അതിൻ്റെ ഫിനാൻസ് കമ്പനി ചെയർമാനുള്ളത്. എങ്ങനെ ഉണ്ടായിരുന്നു ആ കാലഘട്ടത്തിലെ പ്രവർത്തനങ്ങളൊക്കെ? ആ കാര്യത്തെ ഒത്തിരി കോഴ്സുകൾ പലയിടത്തും ആവശ്യമുണ്ടായിരുന്നു. അവിടെയൊക്കെ അനുവദിക്കാൻ ജോസഫ് സാറായിരുന്നല്ലോ വിദ്യാഭ്യാസ മന്ത്രി. അത് പല കോളേജുകൾക്ക് അനുവദിക്കാൻ മലബാറിന്, വടക്കേ മലബാറിന് കൂടുതൽ കോഴ്സുകളും കൂടുതൽ പ്രാധാന്യവും ലഭിക്കുന്ന ഒരു കാലം. അന്ന് ഈ പ്രീ ഡിഗ്രി വന്നല്ലോ. പ്ലസ് ടു വന്നപ്പം പ്രീ ഡിഗ്രി കോളേജിൽ നിന്ന് ഒഴിവായല്ലോ. പ്രീ ഡിഗ്രി കുറേ കോഴ്സുകൾ തന്നെ ഒഴിവാകുന്ന സ്ഥിതി വന്നു. അപ്പോൾ പല കോളേജിലും പുതിയ കോഴ്സുകൾ നിലനിർത്തേണ്ടതായിട്ട് ആവശ്യമുണ്ട്. അവിടെ അതിനൊക്കെ ചില സഹായകരമായ നിലപാട് സ്വീകരിക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ് അതിൻ്റെ അകത്തുള്ളത്. പിന്നെ വേറെ ഏത് പോസ്റ്റിലേക്കാണ് വന്നത് അതിനുശേഷം പിന്നെ വന്ന് ജനാധിപത്യ കേരളം ഉണ്ടായതിനു ശേഷം ഈ കഴിഞ്ഞ ഗവൺമെൻറ് കാലത്ത് ട്രാക്കോ കേബിളിൻ്റെ പിണറായി ആസ്ഥാനമായിട്ടില്ല. പിണറായി അല്ല കമ്പനി അല്ല, ഇരുമ്പരം എറണാകുളത്ത്. പിണറായി ഇല്ലേ എൻ്റെ ഒരു യൂണിറ്റ് അതിൻ്റെ ചെയർമാൻ. എത്ര കാലം? 3 വർഷം. എന്തായിരുന്നു ആ കാലഘട്ടത്തിലെ പ്രവർത്തനമൊക്കെ? അക്കാലത്ത് ട്രാക്കോ കേബിൾ എന്ന് വെച്ചാൽ ഏറ്റവും അധികം നഷ്ടത്തിൽ നടക്കുന്ന ഒരു സ്ഥാപനം. നഷ്ടത്തിൽ നടക്കുന്ന സ്ഥാപനം എന്ന് വെച്ചാൽ ആവശ്യത്തിലധികം തൊഴിലാളികൾ അങ്ങനെയായിട്ട് ഏറ്റവും ഇപ്പോൾ അതായത് അടച്ചുപൂട്ടലിൻ്റെ അവസ്ഥയിലാവുന്നു.
അവിടെയൊന്നും നമുക്ക് പ്രത്യേകിച്ചൊന്നും ചെയ്യാൻ പറ്റുന്ന അവസ്ഥയില്ല. പോസ്റ്റ് എന്ന നിലയ്ക്ക് വേറെ ഏതൊക്കെ പോസ്റ്റിലൂടെ കടന്നു വന്നിട്ടുണ്ട്? വേറെ നേരത്തെ ലാൻഡ് ബോർഡ് മെമ്പറായിരുന്നു. ലാൻഡ് ബോർഡ് മെമ്പർ ആയിരിക്കുന്ന കാലത്ത് എന്തായിരുന്നു ലാൻഡ് ബോർഡ് മെമ്പറുടെ പണി എന്തായിരുന്നു? ലാൻഡ് ബോർഡ് മെമ്പർ എന്ന് വെച്ചാൽ അവർ ഈ പട്ടയം കൊടുക്കുക എന്നുള്ളതാണ്. അതൊരു പ്രധാന പണിയാണ്. പ്രധാന പണിയാണ് അവർക്ക് ഈ പട്ടയം അനുവദിക്കുക എന്നുള്ളത്. കണ്ണൂർ ദേവസ്വം ലാൻഡ് ബോർഡുണ്ട്. കണ്ണൂർ ജില്ലയിൽ മൊത്തമുള്ള ദേവസ്വം ഭൂമികളുടെ കൈവശ കൃഷിക്കാർക്ക് പട്ടയം കൊടുക്കുന്ന അത് സംബന്ധിച്ചുള്ള തീരുമാനം എടുക്കേണ്ട ബോർഡാണ് കണ്ണൂർ ജില്ലയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ലാൻഡ് ബോർഡാണ്. പിന്നെ താലൂക്ക് ലാൻഡ് ബോർഡുകൾ വേറെയുണ്ട്. അതിൻ്റെ ഒരു മെമ്പറായിരുന്നു. വേറെ പ്രത്യേകിച്ച് നമ്മൾ ചെയ്യാൻ വരുന്നത് അതിൻ്റെ അകത്ത് നിയമപരമായി പരിശോധിച്ചിട്ട് കൊടുക്കാൻ പറ്റുന്ന പ്രാക്ടീസ് ചെയ്തിട്ടുണ്ടോ ഏതെങ്കിലും കോടതികളിൽ? ഞാൻ പിന്നെ പലപ്പോഴും ഇപ്പോഴും പ്രാക്ടീസ് ചെയ്യുന്നത്. ഇപ്പോൾ പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്. കഴിഞ്ഞിട്ട് എൻറോൾ ചെയ്തിട്ട് ഫസ്റ്റ് പ്രാക്ടീസ് തലശ്ശേരിയിലായിരുന്നു. ജസ്റ്റിസ് പിന്നീട് ജസ്റ്റിസ് PV നാരായണൻ നമ്പ്യാർ സാറിൻ്റെ കൂടെയായിരുന്നു. PV നാരായണൻ നമ്പ്യാർ കൂടെയായിരുന്നോ നമ്മുടെ OG പ്രേമരാജനൊക്കെ ഉണ്ടായിരുന്നത്? താങ്കളുടെ കൂടെ ജസ്റ്റിസ് AK ബഷീർ, ജസ്റ്റിസ് AK ബഷീർ അദ്ദേഹം ഉണ്ട്. ഇവിടുത്തെ അഡ്വക്കേറ്റ് ജനറലായിരുന്ന സോഹൻ അവരൊക്കെ. എന്തായിരുന്നു ആ കാലഘട്ടത്തിലെ കോടതി ഓർമ്മകൾ? തലശ്ശേരി കോടതി എന്ന ഏറ്റവും പഴക്കം ചെന്നൊരു ജുഡീഷ്യൽ എങ്ങനെയായിരുന്നു? മികച്ച കോടതിയാണ്. എത്ര വർഷം തലശ്ശേരി പ്രാക്ടീസ് ചെയ്തു? 5 വർഷം. 5 വർഷം. പ്രധാനപ്പെട്ട കേസുകൾ അറ്റൻഡ് ചെയ്ത് ഓർമ്മയുണ്ടോ ആ കാലഘട്ടത്തിൽ? അന്ന് ഞാൻ ജൂനിയർ കേസുകൾ ചെയ്യാന്നല്ലാണ്ട് സ്വന്തമായിട്ട് എപ്പോഴാണ് പ്രാക്ടീസ് ചെയ്യാൻ തുടങ്ങിയത്? തലപ്പുറമ്പിലേക്ക് വന്നതിന് ശേഷം. തലപ്പുറമ്പിൽ വന്നു. ഏത് കാലഘട്ടത്തിലായിരുന്നു അത്? അത് 89, 90. എത്ര വർഷം ആ പ്രൊഫഷനിൽ സജീവമായിട്ടുണ്ടായിരുന്നു? സജീവമായിട്ട് 98 വരെ. എത്ര ജൂനിയേഴ്സ് ഉണ്ടായിരുന്നോ കൂടെ? അന്ന് 1-2 ജൂനിയേഴ്സ് ഉണ്ടായിരുന്നു. ഇപ്പോഴും കറക്കുണ്ട്, ജൂനിയേഴ്സ് ഒന്നുമില്ല. ഇപ്പോൾ ക്ലർക്കുണ്ട്. കേസുകൾ നടത്താറുണ്ടോ? കോടതി പോകാറുണ്ടോ? കുറവാ. പിന്നെ നോട്ടറിയാണ്. നോട്ടറിയാണ്. ഒപ്പിട്ട് കൊടുക്കണം. എത്ര കാലം നോട്ടറി ആയിട്ടുണ്ടായിരുന്നു? 99 നോട്ടറിയാണ്. 99 മുതൽ ഇപ്പൊ 4 നൂറ്റാണ്ടായിട്ട് നോട്ടറിയാണ്. അത് ഏത് ഭരണം പോയാലും നോട്ടറി ആയിട്ട് തുടരും. അല്ലാതെ 5 വർഷം പുതുക്കാവും. അല്ല, ഭരണം മാറുമ്പോൾ അത് പുതുക്കി കിട്ടും. അങ്ങനെയുണ്ട്. പ്രത്യേകിച്ച് 1000 രൂപ അടച്ചു വെച്ചാൽ കിട്ടിയാൽ പുതുക്കി കിട്ടും. വേറെ കുഴപ്പങ്ങളൊന്നും നമ്മൾ കാണിക്കും. എവിടെയെങ്കിലും മത്സരിച്ചിട്ടുണ്ടോ? ഞാൻ ഇരിക്കൂർ 96 സ്ഥാനാർത്ഥിയായിരുന്നു. ഇരിക്കൂർ മണ്ഡലത്തിൽ ഏത് മുന്നണിയിലായിരുന്നു? ഇടതുപക്ഷ മുന്നണിയിൽ. അതെയാ? അന്ന് എതിർ സ്ഥാനാർത്ഥിയായിരുന്നു KC ജോസഫ്. ഈ KC ജോസഫൊക്കെ ഒരു 10-35 വർഷമൊക്കെ ഇങ്ങനെ മത്സരിച്ചതിനെ കുറിച്ച് താങ്കൾക്കൊക്കെ എന്താ തോന്നുന്നു? ഒരാൾ തന്നെ ഒരു നാട്ടിൽ, അതും കോട്ടയത്ത് നിന്ന് ചങ്ങനാശ്ശേരി അല്ലേ? ചങ്ങനാശ്ശേരി എന്നൊരാൾ വന്ന് ഇവിടെയുള്ള ഒത്തിരി നേതാക്കളുടെ അവസരങ്ങൾ നഷ്ടപ്പെടുത്തിയ ഒരു നേതാവാണ് അദ്ദേഹം എന്ന് പല കോൺഗ്രസിൻ്റെ നേതാക്കളും സ്വകാര്യമായി എന്നോട് തന്നെ പറഞ്ഞിട്ടുണ്ട്. നമ്മളൊക്കെ എവിടെയെങ്കിലും എത്തേണ്ട ഞങ്ങളുടെ എല്ലാം അവസരങ്ങൾ നശിപ്പിച്ച ഒരു രാഷ്ട്രീയ നേതാവാണ് KC ജോസഫ് എന്ന് പലപ്പോഴും പരസ്യമായി രഹസ്യമായി അവർ പറയുന്നത്. താങ്കൾക്ക് എന്ത് തോന്നി? ഞാൻ വ്യക്തിപരമായ അഭിപ്രായം ശത്രുത സമ്പാദിക്കേണ്ട അങ്ങനെ ഒരു അഭിപ്രായം ഞാൻ പറയുന്നത് ശരിയല്ല. ഓക്കെ, കേരള രാഷ്ട്രീയത്തിലെ ഏറ്റവും ഇഷ്ടപ്പെട്ട നേതാവ് ആരായിരുന്നു? അന്നും ഇതുവരെ ഏറ്റവും ഇഷ്ടപ്പെട്ട നേതാവ് PJ. നിലവിലുള്ള ഈ പിണറായിയെ കുറിച്ചൊക്കെ താങ്കളുടെ ഒരു അഭിപ്രായം? എനിക്ക് നല്ല അഭിപ്രായം. എങ്ങനെയാണ് അദ്ദേഹമായിട്ട് സൗഹൃദമൊക്കെ പങ്കുവെക്കാറുണ്ടോ? പോകാറുണ്ടോ? കാണാറുണ്ടോ? അല്ല, ഞാൻ അങ്ങനെ പോകേണ്ട ആവശ്യം വരാറില്ല. പോകേണ്ട ആവശ്യം വരാറില്ല. എവിടെയെങ്കിലും വെച്ച് കാണുമ്പോൾ 1-2 വാക്കുകൾ സംസാരിക്കാറുണ്ട്. പിന്നെ എപ്പോൾ ഇത്ര ദൂരം കാണാനും എല്ലാവർക്കും അടിക്കുന്നതില്ലോ വിഷ് ചെയ്യാറുണ്ട്. എനിക്ക് ഇഷ്ടപ്പെട്ട നേതാവ്. രാഷ്ട്രീയത്തിന്റെ ഇന്നത്തെ പോക്ക് എങ്ങോട്ടാണ് ശരിക്കും? രാഷ്ട്രീയത്തിന്റെ ഇന്നത്തെ പോക്ക് ഇടതുപക്ഷം വീണ്ടും അധികാരത്തിൽ വരുമെന്നുള്ളതിൽ എനിക്ക് യാതൊരു സംശയം. അങ്ങനെയാണ് കാര്യങ്ങൾ നടന്നു പോകുന്നത്. അങ്ങനെയാണ് താങ്കൾ ചിന്തിക്കുന്നത്. ഇനി താങ്കളുടെ വ്യക്തിപരമായ ജീവിതത്തിലേക്ക് വരണമല്ലോ. ജീവിത പങ്കാളിയെ കണ്ടെത്തിയത് എവിടെ നിന്നാണ്? ജീവിത പങ്കാളിയെ കണ്ടെത്തിയത് നമ്മൾ പിന്നെ ഒരു ആളൊന്ന് ആലോചിച്ചു, പോയി കണ്ടു. എവിടെയാണ് അവരുടെ വീട്? അന്ന് വിളക്കന്നൂരായിരുന്നു. വിളക്കന്നൂർ, ഇരിട്ടി. ഇപ്പൊ വലിയ അത്ഭുതമൊക്കെ നടത്താൻ തലശ്ശേരി അതിരൂപതയുടെ വലിയ പ്രാർത്ഥന സ്ഥലം അല്ലേ വിളക്കന്നൂർ? എന്താണ് പേരെന്താണ് മോളിനാണ് വിളിക്കുന്നത്? ഫിലോമിന അബ്രഹാം. എന്താ അവര് ജോലി വല്ലതും ഉണ്ടോ? ഹയർ സെക്കൻഡറി അധ്യാപികയായിരുന്നു. മക്കൾ എത്ര പേരുണ്ട്? 3 ആമക്കള്. ആ മക്കള് പേര്? മൂത്തയാള് ആനന്ദ് ജോസ്. അവനിപ്പോ ഓസ്ട്രേലിയയിലാണ്. അവിടെ കോളേജിൽ അധ്യാപകനാണ്. കല്യാണം കഴിച്ചു. എന്താണ് അവരുടെ പരിപാടി? പിന്നെ BD സ്വാസായ ആളാണ്. 2 ഓസ്ട്രേലിയയിലാണ്. പേര്? മകന്റെ ഭാര്യയുടെ പേര് അഞ്ചുറാണി. രണ്ടാമത്തെ ആള് അഖിൽ ജോസ്. അവനെ BS കഴിഞ്ഞു. എവിടെയാണ്? ചൈനയിൽ നിന്നാണ് BS കഴിഞ്ഞത്. ഇപ്പൊ നീറ്റിന് വേണ്ടിയിട്ട് പിന്നെ പഠിച്ചുകൊണ്ടിരിക്കുന്നു. 3-ാമന് MA കഴിഞ്ഞു.
ഇപ്പം പിന്നെ മദ്രാസ് സ്കൂൾ ഓഫ് എക്കണോമിക്സിൽ PhD റിസർച്ച് ചെയ്തുകൊണ്ടിരിക്കും. എന്താണ് ജീവിതത്തെക്കുറിച്ചൊരു ഈ 9 മാസം പ്രായമുള്ളപ്പോൾ കണ്ണൂർ ജില്ലയിലേക്ക് കുടിയേറിയ ഒരു ആളാണുള്ളത്. 9 മാസം പ്രായം, അത് ഓർമ്മയുണ്ടാവില്ല എങ്ങനെയാണ് കുടിയേറി വന്നതെന്നത്. പക്ഷേ എങ്ങനെയാണ് ഇത്രയും കാലത്തെ ജീവിതത്തെ വിലയിരുത്തുന്നത്? ഒരു വിശ്വാസി എന്ന നിലക്കും, ഒരു രാഷ്ട്രീയ പ്രവർത്തകൻ എന്ന നിലക്കും, ഒരു രക്ഷിതാവ് എന്ന നിലക്കും, ഒരു കുടുംബനാഥൻ എന്ന നിലക്കൊക്കെ എങ്ങനെയാണ് അതിനെ കാണുന്നത്? തികച്ചും സംതൃപ്തം പറയാൻ പറ്റില്ല, ആർക്കും പറയാൻ പറ്റില്ലല്ലോ. തികച്ചും സംതൃപ്തകരമായിരുന്നു 100%. ദൈവത്തോട് നന്ദി പറയുന്ന രീതിയിൽ ഹാപ്പി ആയിട്ടാണ്. ദൈവത്തോട് 100% നന്ദി പറയത്തക്ക രീതിയിൽ ഹാപ്പി. അത്ര എപ്പോഴെങ്കിലും വല്ല കുഴപ്പത്തിലും പോയി ചാടിയുണ്ടോ? കേസി പ്രതിയാവോ? ഒന്നുമില്ല. കേസി പ്രതിയായിട്ട് ട്രെയിൻ തടഞ്ഞതിന്റെ പേരിൽ അത്രയേ ഉള്ളൂ. അല്ലാതെ ഈ 50-60 വർഷക്കാലത്തിനിടയിൽ വേറെ കാര്യമായ അടിപൊളി ഗുരുമാരെ കൈകാര്യം ചെയ്യാൻ പോലീസ് സ്റ്റേഷനിൽ പോകാറില്ല. ശുപാർശ പോലും പോകാറില്ല. ശുപാർശ പറയാറുണ്ടോ? ഏതെങ്കിലും കാര്യത്തിൽ പറയും? പറയും, തീർച്ചയായും. നമ്മുടെ കൂടെ പ്രവർത്തിക്കുന്ന ആളുകൾക്ക് വേണ്ടി എന്തെങ്കിലും ആവശ്യം, പക്ഷേ പിന്നെ കോളേജ് അഡ്മിഷനോ അതുപോലെ തന്നെ ഇപ്പോൾ ഈ ഇതുണ്ടല്ലോ നമ്മുടെ എംപ്ലോയ്മെന്റിലെ നിയമനമൊക്കെ ഈ കണ്ണൂരിലെ തീപ്പൊരി നേതാക്കളല്ലേ മൊത്തം ഉള്ളത്. തീപ്പൊരി ഇല്ലാതെ ഇങ്ങനെ മുന്നോട്ട് പോയി ഒരു പ്രയാസമില്ല. ഇവരെല്ലാം ഈ തീപ്പൊരി നേതാക്കൾ ഇപ്പം ഞാൻ പറയാം. അപ്പോൾ MP ജയരാജനാണെങ്കിലും ജയരാജനാണെങ്കിലും പിന്നെ EP ജയരാജൻ, അവരുമായിട്ടുള്ള നല്ല അടുത്ത സൗഹൃദമാണ്. രാകേഷായിട്ട് എല്ലാവരുമായിട്ട് വ്യക്തിപരമായി വളരെ അടുത്ത വ്യക്തിപരമായിട്ട് ഇവരെ എല്ലാം സത്യം പറയുന്നത് നല്ല മനുഷ്യർ. എല്ലാവരും നല്ല മനുഷ്യരാണ്. വെറുതെ പറയുന്ന ഇവരെല്ലാം ഭീകരന്മാരാണല്ലേ? സത്യത്തില് ഞാൻ ആദ്യം LDF പങ്കെടുക്കാൻ പോകുന്നത് 91. അപ്പോ ഈ ഇവിടെ KP സഹദേവൻ കണ്ടാൽ വലിയ ഗൗരവത്തിലാണ്. ഞാൻ ഓർത്ത് ദൈവമേ ഇദ്ദേഹത്തോടൊപ്പമാണല്ലോ നമ്മൾ ഇത് പോകേണ്ടത് എന്നുള്ള മനസ്സിലായി. പക്ഷെ KP സഹദേവനൊക്കെ അടുത്താൽ എത്ര നല്ല പെരുമാറ്റമുണ്ട്, എത്ര വിനയത്തോടുകൂടി, എത്ര സിമ്പിളായിട്ടുള്ള പെരുമാറ്റം. നമ്മളൊക്കെ ഇതിനേക്കാൾ കൂടുതൽ പിന്നെ എന്താ പറയുക, ഇവര് കമ്മ്യൂണിസ്റ്റ് നേതാക്കൾ ഈ ഭയങ്കര വെല്ലുവിളിയെല്ലാം നടത്തുമെങ്കിലും ഈ അടുത്ത കാലഘട്ടത്തിലൊക്കെ ഇവര് വെല്ലുവിളിയിലൊക്കെ നമുക്ക് തോന്നുന്നു ഇതുപോലെ ഭീകരന്മാരാണ്. ഒരു ഭീകരതയില്ല, ഒന്നുമില്ല. കമ്മ്യൂണിസ്റ്റ് നേതാക്കൾ ഭീകരന്മാരല്ല. എൻ്റെ അഭിപ്രായം അങ്ങനെ. യെസ്, നമ്മുടെ സമയം തീരുകയാണ്. നമുക്ക് ഈ രാഷ്ട്രീയ നേതാക്കളുടെ അഭിമുഖങ്ങളിൽ ഏറ്റവും രസകരമായിട്ട് അനുഭവിക്കുന്ന ഒരു അഭിമുഖമാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു അരഡസൻ കേരള കോൺഗ്രസ്സുകളുണ്ട്. അവരെല്ലാം ഒന്ന് തന്നെയാണ്. ആശയപരമായി എല്ലാവരും ഒന്നാണ്. നേതാക്കൾക്ക് ഉണ്ടാകുന്ന ചെറിയ അസ്വസ്ഥതകളും ചെറിയ പടലപ്പിണക്കങ്ങളും ചെറിയ അസ്വസ്ഥതകളൊക്കെ ഇങ്ങനെ ഞാൻ KSCയുടെ എക്സിക്യൂട്ടീവ് കമ്മിറ്റി മെമ്പറായിട്ടാണല്ലോ, സംസ്ഥാന എക്സിക്യൂട്ടീവ് കമ്മിറ്റിയുടെ പ്രവർത്തനം ആരംഭിക്കുന്നത്. അത് കഴിഞ്ഞപ്പോൾ ഡെപ്യൂട്ടി ചെയർമാൻ്റെ സ്ഥാനത്തെത്തി, സിൻഡിക്കേറ്റ് മെമ്പറായി, സ്ഥാനാർത്ഥിയായി. ഈ ഒരു സ്ഥാനവും ഞാൻ ആരോടും എനിക്ക് വേണമെന്ന് ചോദിച്ചിട്ട് കിട്ടാറില്ല, വാങ്ങിച്ചിട്ടില്ല. സാധാരണ നിയമസഭാ തെരഞ്ഞെടുപ്പിലൊക്കെ സ്ഥാനാർത്ഥിത്വം വരുമ്പോൾ ഇങ്ങനെ ഇടിയും അടിയൊക്കെ ഉണ്ടാവും. അതുപോലും ഞാൻ ചോദിച്ചിട്ട് ജോസഫ് സാർ എനിക്ക് തന്നു. എല്ലാം ചോദിക്കാതെ സിൻഡിക്കേറ്റ് മെമ്പർ സ്ഥാനം എനിക്ക് ചോദിക്കാൻ, ഞാൻ പറഞ്ഞ നേരത്തെ പറഞ്ഞല്ലോ, ചോദിക്കാതെ കിട്ടിയ സ്ഥാനമാണ്. ഈ ഡെപ്യൂട്ടി ചെയർമാൻ സ്ഥാനത്ത് പോലും പാനൽ തയ്യാറാക്കി അന്യരാജ്യം ഡോക്ടറെല്ലാം കൂടെ തയ്യാറാക്കിയിട്ട് വന്ന് വായിച്ചപ്പോഴാണ് ഞാൻ അറിയുന്നത്. കോർപ്പറേഷൻ ചെയർമാനായത് അങ്ങനെ ഒരു സ്ഥാനം ചെയർമാനായിരുന്നു. ഏതാ കോർപ്പറേഷൻ ചെയർമാനായിരുന്നു എന്ന് പറഞ്ഞാൽ ട്രാക്കോട്ടെ. യെസ്. അപ്പോൾ നല്ല രസകരമാണ്. കാരണം ഈ പുതിയ തലമുറയ്ക്ക് ഈ കേരള കോൺഗ്രസ്സുകളെ അറിയാം. ഇപ്പോൾ കോട്ടയം ജില്ലയിലും തെക്കൻ ജില്ലകളിലെ മലയോര അങ്ങനെയൊക്കെ അറിയാം, മലയോര മേഖലകളിൽ അറിയാം. ഒരു പൊതുവെ കേരള കോൺഗ്രസ്സുകളുടെ ഈ രസകരമായ യാത്ര കേൾക്കേണ്ടത് തന്നെയാണ്. ഒരു സൗഹൃദ പിളർന്ന സൗഹൃദത്തിൽ എന്നും കൂട്ടിയോജിപ്പിച്ച് ഇടയ്ക്ക് ഒന്നിച്ചും ഇടയ്ക്ക് പിരിഞ്ഞും ഒക്കെ ആയിട്ട് ഇതിങ്ങനെ പോകും. ഇതിൻ്റെ നേതാക്കളും ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇന്ന് കാണുന്നയാൾ നാളെ വേറെ കേരള കോൺഗ്രസ്സിലായിരിക്കും, നാളെ കാണുന്ന കേരള കോൺഗ്രസ്സുകാരൻ മറ്റന്നാൾ വേറൊരു കേരള കോൺഗ്രസ്സിലായിരിക്കും. പക്ഷേ എന്നാലും രസമാണ്. ഒരു കേസിലും പ്രതിയായിട്ടില്ല, ആകെ ഒരു ട്രെയിൻ നടന്ന കേസാണ്. 60 വർഷം 77 വയസ്സായി എന്ന് പറയുമ്പോൾ തന്നെ നമ്മൾ അത്ഭുതപ്പെടണം. ഇത്ര യുവത്വത്തോടെ ഈ പൊതുപ്രവർത്തകൻ നിൽക്കുകയാണ്. മാതൃകയാണ് നമ്മുടെ സമൂഹത്തിന്. അദ്ദേഹത്തിൻ്റെ കാഴ്ചപ്പാടുകളും വളരെ ലളിതമാണ്. ജീവിതം ഇഷ്ടമാണ്, ജീവിതത്തെ ഏറ്റവും നന്നായി ആസ്വദിച്ചു, നല്ല നിലക്ക് ജീവിക്കാൻ കഴിഞ്ഞുവെന്ന് 100% പറയുന്ന ഒരു ഈശ്വരവിശ്വാസി. അപ്പോൾ അദ്ദേഹത്തിലൂടെ കടന്നുപോയത്. പ്രേക്ഷകരെ, നിങ്ങൾക്ക് ഇദ്ദേഹം ഒരു പാഠമാകട്ടെ, പുതിയ തലമുറയ്ക്ക് ഇതൊരു പാഠപുസ്തകമാകട്ടെ എന്ന് മാത്രമാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. ഈ വിലപ്പെട്ട ഈ സമയം ഞങ്ങൾക്ക് വേണ്ടി അനുവദിച്ചു തന്ന ശ്രീ അഡ്വക്കേറ്റ് AJ ജോസഫിനോടുള്ള നന്ദി ഞങ്ങൾ പറയുകയാണ്. ഒപ്പം പ്രേക്ഷകർക്കും നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു. നന്ദി, നമസ്കാരം.